ഇന്ന് പകൽ പരിശുദ്ധ ദൈവം നമ്മളോട് സംസാരിക്കേണ്ടതിന് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്കൊന്ന് എല്ലാവരും നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, കർത്താവേ, ഇന്ന് പകൽ എന്നോട് ഇടപെടണമേ, ഇന്ന് പകൽ എന്നോട് സംസാരിക്കുന്നേ. ഇടപെടുക മാത്രമല്ല, സംസാരിക്കുക മാത്രമല്ല, ഇന്ന് പകൽ ആ വചനത്താൽ, ആ വാക്കുകളാൽ, ആ ആലോചനകളാൽ എന്നെ വിടുവിക്കണമേ. ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. ഹൃദയത്തെ അല്ലെങ്കിൽ ഏകാഗ്രതമാക്കിക്ക്. മറ്റുള്ള എല്ലാ ചിന്താഗതികളെയും ഒരു നിമിഷം ഈ മീറ്റിംഗ് കഴിയുന്നത് വരെ ഉപേക്ഷിച്ചാട്ടെ. മറ്റുള്ള എല്ലാ കാര്യങ്ങളും മീറ്റിംഗ് കഴിയുന്നത് വരെ മാറ്റി വച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ സ്വർഗം എന്നോട് സംസാരിക്കണമേ. ശമൂവേൽ ബാലൻ ഹല്ലേലൂയ അടിയനിതാ അടിയനോട് സംസാരിക്കണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പുരോഹിതനുണ്ടായിട്ട് പോലും സമർപ്പിച്ചവനോടാ ദൈവം സംസാരിച്ചത്. മറക്കരുത്, ആ സമർപ്പണം നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാരും പ്രാർത്ഥിച്ചേ, എല്ലാരും പ്രാർത്ഥിച്ചു, എല്ലാരും പ്രാർത്ഥിച്ചേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഞാൻ വേറൊരു പരദേശി പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വേറൊരു പരദേശി പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരും ഇല്ലെങ്കിലും, ഇവിടെ എനിക്കാരും ഇല്ലെങ്കിലും ഇടയാകുമേശോട് ചേർന്നാൽ മതി. ഇടയാകുമേശോട് ചേർന്നാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇടത്തിലെ മായാസുരം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇടത്തിലെ മായാസുരം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിത നഗരമതി, പരൻ ശില്പിയായി പണിത നഗരമതി. പരനോട് കൂടെ മായ പോയാൽ മതി. പരനോട് കൂടെ മായ പോയാൽ മതി. എന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇടത്തിലെ മായാസുരം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇടത്തിലെ മായാസുരം വിട്ടാൽ മതി. ഇവിടെ ഒരു പരദേശി ഇവിടുത്തെ പാർപ്പിടം വഴിയമ്പലം. ഇവിടെ ഞാൻ ഒരു പരദേശി ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരും ഇല്ലെങ്കിലും, ഇവിടെ എനിക്കാരും ഇല്ലെങ്കിലും ഇടയാകുമേശോട് ചേർന്നാൽ മതി. ഇടയാകുമേശോട് ചേർന്നാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി.
ഇഹത്തിലേമായ സുഖം കേൾക്കാൻ മതി. എനിക്കെന്റെ യേശുവിനെ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഇന്ന് പകൽ അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ആഴമേറിയ ശുശ്രൂഷ ഇന്ന് പകൽ ചെയ്തെടുപ്പാൻ സ്വർഗം ഇടയാക്കണമേ. ദൈവവചനത്തോട് ഏകീഭവിപ്പാൻ ജനത്തിന്റെ ഹൃദയത്തെ പരിശുദ്ധമാക്കണമേ. ശുശ്രൂഷകൾക്ക് വിരുദ്ധമായി വ്യാപരിക്കുന്ന മാനുഷിക പൈശാചിക മേഖലകളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവിൽ അത് കീഴടങ്ങി നിൽക്കാൻ ഞാൻ കൽപ്പിക്കുന്നു. എടുക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ഉയർത്തി ദൈവത്തെ ഒന്നുകൂടെ മഹത്വപ്പെടുത്താം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കർത്താവിന്റെ ദാസന് വേണ്ടി ക്രമീകരിച്ച ഫണ്ട് കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. അതിൽ സംബന്ധിച്ച എല്ലാ ദൈവമക്കൾക്കും ഈ അവസരത്തിൽ കൂടി നന്ദി. അഭിഷേകത്തിനെ പ്രാർത്ഥന. നമ്മൾ ഇന്ന് പകൽ ചിന്തിക്കുന്ന ഒരു വിഷയം, ഒരു സബ്ജക്റ്റ്, ഒരു നിഴലും ഒരു പൊരുളും വിഷയമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നിഴലും പൊരുളും സ്തോത്രം. അതായത് അഹരോനും യേശു ക്രിസ്തുവും സ്തോത്രം. ഇതാണ് നമ്മൾ ഇന്ന് പകൽ ധ്യാനിക്കാൻ, പഠിക്കാൻ, പ്രാപിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അഹരോനും യേശു ക്രിസ്തുവും. അഹരോ നിഴലും, യേശു ക്രിസ്തു പൊരുളും. ഇതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇന്ന് കൊണ്ട് ഈ ചിന്ത തീരില്ല. അടുത്ത ആഴ്ചയും കൂടെ ചിലപ്പോൾ ഇത് തുടർന്ന് എടുക്കേണ്ടി വരും. അതുകൊണ്ട് സമയപരിധിക്കുള്ളിൽ ഇന്നത്തെ പ്രാർത്ഥനയോടെ കൈമാറി ദൈവസന്നിധിയിൽ ഇരുപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടും. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ ചേർത്ത് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പഴയ നിയമത്തിൽ ഉണ്ട്. സ്തോത്രം. പഴയ നിയമത്തിൽ അടങ്ങിയിരിക്കുന്ന സകല കാര്യങ്ങളും യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പകൽ നമ്മൾ അഹരോനോടുള്ള ബന്ധത്തിലാണ് യേശു ക്രിസ്തുവിനെ താരതമ്യം ചെയ്ത് പഠിക്കുന്നു. ഇതിനു മുമ്പ് ഞാൻ മന്നയെയും യേശു ക്രിസ്തുവിനെ തമ്മിൽ കോർത്തിണക്കി പ്രസംഗിച്ച സമയമുണ്ട്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അന്നുള്ളവരെ ഓർക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഉണ്ടോ? ഓക്കെ. മന്നയും യേശു ക്രിസ്തുവും, അതിൽ 3 കാര്യങ്ങളെ ഞാൻ അന്ന് ശുശ്രൂഷിച്ചുള്ളൂ. അതിന്റെ ബാക്കി ശുശ്രൂഷിക്കണമെന്ന് താല്പര്യപ്പെട്ടെങ്കിലും അതിന്റെ അടുത്ത ബുധനാഴ്ച മറ്റൊരു ദൂത് ദൈവാത്മാവ് തന്നുകൊണ്ട് പിന്നെ ഞാൻ ആ വഴിക്കാൻ പോയി. അതുകൊണ്ട് അതൊട്ട് പ്രസംഗിക്കാനും പറ്റിയില്ല. ഹല്ലേലൂയ. അങ്ങനെ യേശു ക്രിസ്തുവുമായിട്ട് കോർത്തിണക്കി പഠിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ പഴയ നിയമത്തിൽ ഉണ്ട്. അതിനെ നിഴലായും പൊരുളായും വേർതിരിച്ചാണ് ദൈവത്തിന്റെ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് പകൽക്കാണ് 2 കാര്യങ്ങൾ മാത്രം നമുക്ക് വേഗത്തിൽ ചിന്തിച്ച് പ്രാർത്ഥനയോടെ
നമുക്ക് നമ്മുടെ ഭവനങ്ങളിലേക്ക് മടങ്ങാം. അതിൽ ഒന്നാമത്തെ വിഷയം നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. അതിനാധാരമായി 2 വാക്യശകലങ്ങൾ ദൈവമക്കൾ വായിച്ച് സഹായിക്കും. ഒന്നാമത്തെ വാക്യം പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യവും 2 അതിന്റെ തന്നെ 30-ാമത്തെ വാക്യവും നമുക്ക് ദൈവസന്നിധി വായിക്കാം. ആദ്യം പുറപ്പാട് 4:16 എടുത്തില്ലേ? വായിച്ചാൽ നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും, അവൻ നിനക്ക് വായ് ആയിരിക്കും, നീ അവന് ദൈവവും ആയിരിക്കും. 30-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. യഹോവ മോശയോട് കൽപ്പിച്ചത് വചനങ്ങളെല്ലാം അഹരോൻ പറഞ്ഞ് കേൾപ്പിച്ചു. മതി. 4:16 അവൻ നിനക്ക് വാ ആയിരിക്കും എന്ന് മോശയോട് ദൈവം പറഞ്ഞത് 30 നമ്മൾ വായിച്ച അഹരോനാണ്. മനസ്സിലായവർ ഒരാമേൻ പറഞ്ഞു. ഹല്ലേലൂയ. ദൈവം മോശയോട് പറയാ, അഹരോൻ നിന്റെ വാ ആയിരിക്കും. ആമേൻ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ മോശയിലൂടെ വെളിപ്പെടുന്ന ദൈവിക ആശയങ്ങളെ ജനത്തെ അറിയിക്കാൻ മോശയിലൂടെ ദൈവിക ആശയങ്ങളെ ജനത്തെ അറിയിക്കാൻ മോശയ്ക്ക് ദൈവം വായായി നിയോഗിച്ചവൻ അഹരോൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കറിയാം ഇതിന്റെ ചരിത്രം. ഇസ്രായേൽ ജനം അവരുടെ ജീവിത കയ്പിൽ നിന്ന് കയ്പിലേക്ക് വളർന്നുകൊണ്ടിരുന്നപ്പോ അവർ ഏറ്റവും അധികം ഞെരുങ്ങി അവർ ദൈവത്തോട് നിലവിളിച്ചു. അവരുടെ നിലവിളിയുടെ ശബ്ദം സ്വർഗീയ സമൃദ്ധിയിലെത്തിയപ്പോൾ, സ്തോത്രം എന്ന് പറഞ്ഞാൽ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, കരയാൻ കണ്ണിൽ കണ്ണുനീർ തുള്ളി പോലും ഇല്ലാതെ, സ്തോത്രം, ഈ ഞരങ്ങി എന്ന് പറഞ്ഞാൽ കരയാനുള്ള ആംബിയർ എല്ലാം നഷ്ടപ്പെട്ട് കരഞ്ഞു. അല്ലേ? വാക്കുകൾ പറയാനില്ല, ഉറക്കെ ഒന്ന് നിലവിളിക്കാൻ പറ്റാതെ, കണ്ണുനീരൊഴുക്കാൻ കണ്ണിൽ കണ്ണുനീരില്ലാതെ ഞരങ്ങുന്ന ആ സമയം അവരുടെ ഞരക്കം സ്വർഗം കണ്ടു, അവരുടെ ഞരക്കം സ്വർഗം കേട്ടു. അവിടെ അബ്രഹാമിനോട് ഉൽപ്പത്തിയിൽ എന്റെ ദൈവം ചെയ്ത നിയമം ദൈവം ഓർത്തു. സ്തോത്രം. അതിന് നിയോഗമായി ദൈവം മോശയെ തെരഞ്ഞെടുത്തു. ആമേൻ. ചരിത്രം നിങ്ങൾക്കറിയാം, ഞാനത് പറയുന്നില്ല. മോശയെ തിരഞ്ഞെടുത്തപ്പോൾ മോശ ദൈവത്തോട് 5 പരാതി പറഞ്ഞു. സ്തോത്രം. നിങ്ങളെന്നാ മിണ്ടാത്ത? നിങ്ങൾക്കും ആ സ്വഭാവമുണ്ട്. മോശയെ ദൈവം നിയോഗത്തോടെ തെരഞ്ഞെടുത്തപ്പോ മോശ 5 പരാതി ദൈവത്തോട്. 1ഉം 2ഉം ഒന്നുമല്ല, രാജസൃഷ്ടിച്ചിരിക്കുന്നു. 1ഉം 2ഉം ഒന്നുമല്ല, 5 പരാതി. സ്തോത്രം. ഒന്നാമത്തെ പരാതി, ഈ നിയോഗം ഏറ്റെടുക്കാൻ ഞാൻ എന്തുണ്ടു? സ്തോത്രം. ഈ നിയോഗം ഏറ്റെടുക്കാൻ
ഞാൻ എന്തുമാത്രം ഉള്ളൂ. സ്തോത്രം. എന്ന് വെച്ചാൽ ഈ നിയോഗത്തിൽ നിന്ന് മാറത്തക്കവണ്ണം തന്നെത്താനെ അങ്ങ് താഴ്ത്തി കാണിക്കുക. സ്തോത്രം. ദൈവത്തിന്റെ അടുത്ത് നിന്റെ വിളച്ചിലൊന്നും നടക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എന്തുമാത്രം ഉള്ളൂ എന്ന ഒന്നാമത്തെ പരാതി. രണ്ടാമത്തെ പരാതി, ദൈവമേ നിന്റെ പേരെനിക്ക് അറിയത്തില്ല. സ്തോത്രം. രണ്ടാമത്തെ പരാതി, നിയോഗം ഏറ്റെടുക്കാൻ കഴിയാത്ത രണ്ടാമത്തെ മോശയുടെ പരാതിയാണ്, നിന്റെ എന്നോട് സംസാരിക്കുന്ന നിന്റെ പേരെനിക്കറിയാം. സ്തോത്രം. മൂന്നാമത്തെ പരാതി, എന്നെ ഇസ്രായേൽ ഹല്ലേലൂയ മൂപ്പന്മാർ അംഗീകരിക്കത്തില്ല. ഈ നിയോഗവുമായിട്ട് ഞാൻ ചെന്നാൽ ഇസ്രായേൽ മൂപ്പന്മാർ എന്നെ എന്ത് ചെയ്യത്തില്ല? അംഗീകരിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നാലാമത്തെ പരാതി, ഹല്ലേലൂയ, ഞാൻ വാക്കുകളിൽ സാമർത്ഥ്യമുള്ളവനല്ല. സ്തോത്രം. നാലാമത്തെ പരാതി എന്താ? ഞാൻ വാക്കുകളിൽ സാമർത്ഥ്യം ഉള്ളവൻ അല്ല. സ്തോത്രം. ഇതെല്ലാം കൂടെ ചേർത്ത് അഞ്ചാമതൊരു പരാതി പറഞ്ഞു, ഈ നിയോഗം മറ്റൊരാളെ ഏൽപ്പിക്കണം. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ദൈവം ഒരു നിയോഗം ഏൽപ്പിച്ചപ്പോൾ 5 വിധത്തിലുള്ള പരാതികൾ മോശ ദൈവത്തോട് പറഞ്ഞു. ആദ്യത്തെ 4 പരാതികൾ മോശ പറയാനുള്ള കാരണം 5ാമത്തെ ചിന്തയാണ് 4 പരാതി മുൻപേ പറയാനുള്ള കാരണം. മനസ്സിലായോ? ഓരോ പരാതികൾ പുറത്ത് പറഞ്ഞു വന്നു. മോശ വിചാരിച്ചു ഇത് പറഞ്ഞ ദൈവം വിടുവായിരിക്കും. വിട്ടില്ല. ഒന്നാമത്തെ പരാതി പറഞ്ഞു, ദൈവം വിട്ടില്ല. അതിന് മറുപടി കൊടുത്തു. രണ്ടാമത്തെ പരാതി പറഞ്ഞു, ദൈവം വിട്ടില്ല. അതിനും മറുപടി കൊടുത്തു. മൂന്നാമത്തെ പരാതി പറഞ്ഞു, ദൈവം വിട്ടില്ല. അതിനും മറുപടി കൊടുത്തു. നാലാമത്തെ പരാതി പറഞ്ഞു, അതിനും ദൈവം മറുപടി കൊടുത്തു. ഹല്ലേലൂയ. 5ാമത്തെ പരാതിയാണ് ഈ വിഷയത്തിലെ മോശയുടെ ഹൃദയത്തിലെ ഇരുപ്പ് വെളിപ്പെടുത്തിയത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ദൈവ നിയോഗത്തെ ഏറ്റെടുത്ത് ചെയ്യാൻ മടിയുള്ളത് കൊണ്ട് ആദ്യത്തെ 4 പരാതി പറഞ്ഞു. എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. സ്തോത്രം. ഏറ്റവും അവസാനം പറഞ്ഞ 5ാമത്തെ പരാതി എന്ന് പറഞ്ഞാൽ അതിലുപരി അവന്റെ ഹൃദയത്തിലെ ഉദ്ദേശം അതായിരുന്നു. പരാതികൾ ദൈവത്തിന്റെ മുൻപിൽ വെളിപ്പെടുത്തുമ്പോൾ ഈ നിയോഗത്തിൽ നിന്ന് ദൈവം എന്നെ മാറ്റും, മറ്റൊരാളെ പരമേൽപ്പിക്കും. ഈ നിയോഗം ഏറ്റെടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് മോശ പരാതികൾ 1 by 1 ദൈവത്തോട് പറഞ്ഞത്. പക്ഷേ ദൈവം മോശയെ വിട്ടില്ല. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു നിയോഗം ഉണ്ടെങ്കിൽ ആ നിയോഗം നിന്നിലൂടെ പൂർത്തീകരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ പരാതികളെ അവൻ പരിഹരിക്കും. സ്തോത്രം. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ഒഴിവുകേടുകൾ പറയുന്നുണ്ട് വിചാരിച്ചോളാം. ദൈവ നിയോഗങ്ങളിൽ, അത് ശുശ്രൂഷ മാത്രമല്ല, എല്ലാ മേഖലകളിലും ദൈവ നിയോഗങ്ങളിൽ ഒഴിവുകേടുകൾ പറയുന്നുണ്ട്. ചിന്തിച്ചോണം.
ഇവൻ എന്തോ മറയ്ക്കാൻ. സ്വതന്ത്രം. മറഞ്ഞിരിക്കുന്നതെല്ലാം ഇന്ന് പുറത്തു കൊണ്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. ദൈവ നിയോഗങ്ങൾ ഏത് വിഷയത്തിലാണ്? സ്തോത്രം. ഏത് വിഷയത്തിലാണേലും ദൈവ നിയോഗങ്ങളിൽ ഒഴിവുകേട് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പറയുന്ന പുള്ളിക്ക് എന്തോ മറയ്ക്കാനുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾക്ക് മനസ്സിലാകാത്തയാണോ അതോ മനസ്സിലാകാത്ത പോലെ ഇരുന്നങ്ങ് അഭിനയിക്കുകയാണ്? സ്തോത്രം, ഹല്ലേലൂയ. ഈ ദൈവ നിയോഗങ്ങളെ ഉൾക്കണ്ട പോലെ ഉൾക്കൊള്ളാതെ, ഏറ്റെടുക്കേണ്ട പോലെ ഏറ്റെടുക്കാതെ ഒഴിഞ്ഞു മാറിയാൽ അതിന്റെ അർത്ഥം ആ മാറുന്നവൻ എന്തോ മറയ്ക്കാനുണ്ട്. പക്ഷെ തമ്പുരാൻ അത് പുറത്തു കൊണ്ടുവരും. 4 ഒഴിവുകേടുകൾ പറഞ്ഞപ്പോഴും മോശ വിചാരിച്ചില്ല 5ാമത്തെ രഹസ്യം പുറത്തു വരുമെന്ന്. മോശ ചിന്തിച്ചില്ല. പക്ഷെ ദൈവത്തിനറിയാം 5ാമത്തെ കാരണമാണ് പ്രാരംഭ ഒഴിവുകേടുകൾ ഇവൻ പറയാനുള്ള യഥാർത്ഥ കാരണം. എങ്ങനെങ്കിലും ഈ നിയോഗത്തിൽ നിന്ന് ഇവന് മാറണം. ഞാൻ പറഞ്ഞു എത്ര പേർക്ക് മനസ്സിലായി? ദൈവനിയോഗമുള്ള ചിലതൊക്കെ കളിപ്പിച്ച് നടക്കുക, സാറ്റ് കളിക്കുക. ആത്മാവിനോട് ഇടപെടുന്നു, തമ്പുരാൻ മറ നീക്കി ചിലത് പുറത്തു കൊണ്ടുവരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ എത്ര ഒളിപ്പിച്ചു വെച്ചാലും, ഹൃദയത്തിന്റെ അഗാധത്തിൽ എത്ര മറച്ചു വെച്ചാലും, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു നിയോഗമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്നു പകൽ വചന വെളിപ്പാടിക്കുന്നു പറയുക. അങ്ങനെ ഭയപ്പെട്ട് മടങ്ങി വന്നോ? ഭയപ്പെട്ട ദൈവ നിയോഗത്തിലേക്ക് മടങ്ങി വന്നോ? തീരുമാനം എടുത്തു ദൈവ നിയോഗത്തിലേക്ക് മടങ്ങി വന്നോ? ഇല്ലെങ്കിൽ ഹൃദയ രഹസ്യം ദൈവം പുറത്തു കൊണ്ടുവരും. നമ്മുടെ വിഷയം മോശമല്ലല്ലോ, പറഞ്ഞു വരിക. എന്തുകൊണ്ടാണ് മോശയുടെ വാഗൊണ്ട് നാവുകൊണ്ട് ദൈവം സംസാരിപ്പിക്കാതെ അഹരോനെ തെരഞ്ഞെടുത്തു? പല പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും പലപ്പോഴും അങ്ങനെ ചിന്തിച്ച സമയമുണ്ട്. നമ്മൾ പറയാറുണ്ട് മോശ വിക്കനായിരുന്നു. മോശ വിക്കനായിരുന്നു. അദ്ദേഹം ഒരാള് പ്രസംഗിച്ചപ്പോ ഞാൻ കേട്ടതാ, മോശ വിക്കനായിരുന്നു, വാക്കുകളിൽ സാമർഥ്യം ഉള്ളവനല്ലായിരുന്നു. മോശ ആ എന്ന് പറഞ്ഞു വരുമ്പോഴത്തേന് ഇസ്രായേൽ ജനം അങ്ങെത്തും. സ്വതന്ത്രം. ഒരു വാക്ക് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ ജനം എന്ത് ചെയ്യും? അങ്ങ് എത്തും എന്നൊക്കെ ഒരു മെസ്സേജ് ഞാൻ കേട്ടു. പക്ഷേ മോശ വിക്കനായതുകൊണ്ടാണോ ദൈവം അഹരോനെ തിരഞ്ഞെടുത്തത്? വാക്കിൽ സാമർഥ്യം ഇല്ലാത്തതുകൊണ്ടാണോ അഹരോനെ തിരഞ്ഞെടുത്തത്? അല്ല, അല്ല. മറിച്ച് മോശയോട് ദൈവം നിയോഗം പറഞ്ഞപ്പോ മോശ ഭയപ്പെട്ടിട്ടല്ല, മറിച്ച് അനുസരണക്കേടിന്റെ വാക്കാണ്. ദൈവം നിയോഗം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ, എന്ന് പറഞ്ഞാൽ നൈൽ നദിയിൽ കരയുന്ന കുഞ്ഞുങ്ങളെല്ലാം ചത്തുപൊങ്ങിയപ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്നെ സൂക്ഷിച്ച് സംരക്ഷിക്കുകയോ നിന്നെ തകർത്തു കളയാൻ എവിടെ നിന്നാണോ ഉത്തരവ് പുറപ്പെടുവിച്ചത്
ആ കൊട്ടാരത്തിന്റെ അകത്ത് നിന്നെ പാർപ്പിച്ചതും ഉത്തരവ് പുറപ്പെടുവിച്ചവന്റെ മകളെ കൊണ്ട് തന്നെ നിന്നെ ഞാൻ പോറ്റി പുലർത്തിയതും ഒരു കണ്ണിനും നിന്നെ കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിൽ നിന്നെ ഞാൻ മറച്ചതും അല്ലേലും നിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല, നിന്റെ മിടുക്ക് കണ്ടിട്ടല്ല. നാളെ ഈ നിയോഗം നിന്റെ മേൽ എനിക്ക് കൈമാറണമെന്നുള്ള എന്റെ ഹൃദയ ദൃഷ്ടിയിലെ താല്പര്യമാണ്. അപ്പം നിയോഗം ഏറ്റെടുക്കട എന്ന് ദൈവം പറഞ്ഞപ്പോ മോശ അനുസരണക്കേടിന്റെ വർത്തമാനമോ പറഞ്ഞത് വേറെ ആരെയെങ്കിലും ഏൽപ്പിക്കാൻ. എന്തിനാ അഹരോനെ ദൈവം തെരഞ്ഞെടുത്തത്? മോശ വിക്കനായതുകൊണ്ടല്ല. തിരുവചനം പറയുന്നു മോശ പഠിച്ച നാവ് ഉള്ളവനാണ്. അതെന്താ അങ്ങനെ വന്നേ? കുറെ വർഷമായിട്ട് മോശ അമ്മായപ്പന്റെ ആടിനെ മേച്ചോണ്ട് ആടിനോട് എന്നാ വർത്താനം പറയാനും. അങ്ങനെ മേച്ച് നടന്നപ്പോ വർത്താനം പറയാതിരുന്ന് നാവിന് തടുപ്പ് വന്നു. അല്ലാതെ മോശ വിക്കനല്ല. ആമേൻ. സംസാരിക്കാതിരുന്നപ്പോ മോശയുടെ നാവിന് എന്ത് വന്നു? തടുപ്പ് വന്നു. സ്വത്രം. ഹല്ലേലൂയ. പിന്നീട് സംസാരിക്കുമ്പോൾ ആ ഒരു ഫ്ലുവൻസി മോശയ്ക്ക് കിട്ടിയില്ല എന്നുള്ളത് വാസ്തവമാണെങ്കിൽ പോലും മോശ സംസാരത്തിൽ ദുർബലനല്ലായിരുന്നു. സ്വത്രം. പിന്നെ എന്തിനാ അഹരോനെ തെരഞ്ഞെടുത്ത്? അനുസരണക്കേട് കാണിച്ചു. ദൈവ നിയോഗത്തെ ഏറ്റെടുക്കാൻ മടി കാണിച്ചോണ്ട ദൈവം നിയോഗം കൊടുത്തപ്പോൾ മോശയുടെ നാവ് കൊണ്ടാ മോശ പറയുന്നേ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കാം. ദൈവം പറഞ്ഞു ഇനി മുതൽ നീ സംസാരിക്കണ്ട, കാരണം നീ സംസാരിച്ച ഇങ്ങനത്തേതേ നീ ഗോത്രം. ഹലോ, കുത്തുകൊള്ളുന്നുണ്ടോ? നിങ്ങളെ കുത്താനൊന്നും പ്രത്യേകിച്ചല്ല. മോശ നീ ഇനി സംസാരിക്കണ്ട, നീ സംസാരിച്ചാൽ ഇങ്ങനത്തെ വർത്താനം അല്ല നീ ഒന്നും പറയത്തില്ല, അതുകൊണ്ട് നിനക്ക് പകരം ഞാൻ അഹരോനെയാണ്. സ്വോത്രം. നമുക്ക് ഏതായാലും പിന്നെ നാട്ടിന് നല്ല ഫ്ലുവൻസിയ, കാരണം മിണ്ടാതിരിക്കുന്നേ. സ്വോത്രം. മോശ ഹല്ലേലൂയ വാക്ക് സാമർഥ്യമുള്ളവനായിരുന്നു. തെളിവ് വേണോ? വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 22-ാം വാക്യം. ഇനിയും ഞാൻ ഉപദേശ പ്രസംഗിച്ചൊന്നും വേണ്ട. 7:22 വായിക്കും. അപ്പോസ്തല പ്രവൃത്തി 7:22. മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനാണെന്ന്. രാമേ പറയാം. വാക്ക് സാമർത്ഥ്യം ഒന്നും എനിക്കില്ല കർത്താവേ എന്ന് മോശ പറഞ്ഞത് ഈ നിയോഗത്തിൽ നിന്ന് ഒഴിയാനാണ്. പക്ഷെങ്കിൽ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനാണ് മോശ എന്ന് പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി ദൈവാത്മാവ്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ വാക്കിലും പ്രവൃത്തിയിലും സാമർത്ഥ്യമുള്ളവനെ സംസാരിക്കാൻ അനുവദിക്കാതെ അവന് വേണ്ടി ഒരു പകരക്കാരനെ നിർത്തിയത് അവന്റെ ഭയം കണ്ടിട്ടല്ല, അവന്റെ അനുസരണക്കേട് കണ്ടിട്ടാണ്. സ്തോത്രം. പ്രവാചകൻ ദൈവവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നോ അതുപോലാണ് മോശയുമായിട്ട് അഹരോൻ ബന്ധപ്പെട്ട് നിന്നത്. ദൈവ നിയോഗമുള്ളതേ പ്രവാചകന്മാര് സംസാരിക്കാവുള്ളൂ. ദൈവ നിയോഗമുള്ളതേ പ്രവാചകന്മാർ എന്ത് ചെയ്യുള്ളൂ? സംസാരിക്കാവുള്ളൂ.
ദൈവ നിയോഗമില്ലാത്തത് എത്തിയരുത്, സംസാരിക്കാൻ പാടില്ല. ഇന്ന് ഒത്തിരി പ്രവാചകന്മാരുണ്ട്, അല്ലേ? ഒത്തിരി പ്രവാചകന്മാരുണ്ട്. പേരൊന്നും ഞാൻ പറയുന്നു. നല്ലത് മാത്രം പ്രവചിക്കുന്ന പ്രവാചകന്മാരുണ്ട്. നല്ലത് മാത്രം. സ്തോത്രം. നല്ലത് മാത്രം. നല്ലതായിട്ടിരിക്കുന്നതിനെ തമ്മിൽ അടി ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവചിക്കുന്ന അവര് വളരെ സന്തോഷമായിരിക്കും. ഒറ്റ പ്രവചനം കേട്ടത് അതാണ്. ഒരു ചർച്ചിൽ ഒരച്ചാനും ഒരാന്റിയും അവരിങ്ങനെ ചർച്ചിൽ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു പ്രവാചകൻ ആന്റിയുടെ തലയിൽ കൈവച്ചു. ഒറ്റ പ്രവചനം, നിന്റെ ഭർത്താവിനെ നീ സഹിച്ച് ജീവിക്കുക, അച്ഛാൻ ഒരു പഞ്ചപാപം. ഈ പ്രവചനം കേട്ട് സഭ മൊത്തം ആശ്ചര്യപ്പെട്ടിരിക്കുക. അച്ഛനെ കുറിച്ചാണ് പറയുന്നത്. നീ നിന്റെ ഭർത്താവിനെ വർഷങ്ങളായി സഹിക്കുന്നു. ആന്റി, നിങ്ങളായതുകൊണ്ടാണ് ക്ഷമിച്ചു സഹിച്ചു ബന്ധപ്പെട്ടു ജീവിക്കുന്നത്. അച്ഛൻ ചിന്തിക്കുക, ഞാനല്ലാതെ വേറെ ഭർത്താവ് ഇവക്ക് ഉണ്ടോ? കാരണം ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. സ്വോത്രം. ആ രീതിയിൽ പ്രവചിച്ചു. അന്ന് വരെ സമാധാനമുള്ള കുടുംബം അന്ന് മുതൽ അച്ഛൻ അടിതൊടും. സ്വോത്രം. ആ പ്രവചനം കേട്ടതിന് ശേഷം പിന്നെ അച്ഛൻ പൂരെ അടിയും. ഹല്ലേലൂയ. അതുവരെ ഒരു കുഴപ്പം. സഭക്കാര് പറഞ്ഞതാ, എന്തോ പഞ്ചപാവമായിരുന്നു അച്ഛൻ. ഒറ്റ പ്രവചന കുടുംബത്തിന്റെ അന്തരീക്ഷം മാറ്റി. അപ്പൊ ചിലര് പ്രവചിക്കും, കുടുംബം തകരും. ചിലർ പ്രവചിക്കും, നല്ലത് മാത്രമേ പ്രവചിക്കത്തുള്ളൂ. ഗോത്രം. ചിലര് പ്രവചിക്കും, ഞാൻ നിന്റെ വീട്ടിലോട്ട് വരികയാണ്, നിന്റെ റൂമിന്റെ അകത്തോട്ട് ഞാൻ കയറി, നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ എന്തിനാ പ്രാർത്ഥിച്ചാ പോലെ ദൂരനാണ്. ഇത് പ്രവാചകന്മാരാ. ഞാൻ നിന്റെ റൂമിന്റെ അകത്ത് കയറാൻ പോകും, ഞാൻ നിന്റെ റൂമിന്റെ അകത്താണ് നിൽക്കുന്നത്. നിന്നിട്ട് ഇങ്ങനെ നിൽക്കും, ഒരു 10 മിനിറ്റ് അങ്ങനെ നിൽക്കും, ഒരു 10 മിനിറ്റ് അങ്ങനെ നിൽക്കും. കാരണം അടുത്ത പറയാനുള്ള ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. സ്വോത്രം. നീ എന്തിനാ പോയി അവരുടെ റൂമിൽ കയറുന്നേ? നീ പ്രാർത്ഥിച്ചാ പോലെ ദൂതൻ അവിടെ ഇറങ്ങത്തില്ലേ? ദൈവം പ്രവർത്തിക്കത്തില്ല. നീ ഞാൻ ഇന്നാളുടെ ഒരു പ്രവചനം കേട്ടതാ. ഞാൻ റൂമിൽ കയറി, ഒരു നീല ഷർട്ട് കാണും. അച്ഛന്റെ ആണ് ഷർട്ടിൽ ഒതുക്കിയത് ദൈവകൃപ. എന്തിനാണ് ദൈവത്തെ പറയിപ്പിക്കാൻ? സ്വോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവാചകന്മാർ ഒരുപാടുണ്ട്. പക്ഷേ പ്രവാചകന്റെ ഡ്യൂട്ടി ഓർത്തോണം. ദൈവ നിയോഗം ഇല്ലാത്തത് പറയാൻ പ്രവാചകന് അനുവാദം ഇല്ല. സ്തോത്രം. പ്രവചനാത്മാവ് ഫലിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ ദൈവശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഗൗരവത്തോടെ നിങ്ങളോട് പറയുന്നു, ദൈവം നിയോഗം ഇല്ലാത്ത ഒരു കാര്യവും നിങ്ങളെ അതരത്തിൽ നിന്നും വീഴാൻ നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത്. സ്തോത്രം. ഒരു സഹോദരൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു. പിന്നീട് ഞാൻ അറിഞ്ഞു, ഹല്ലേലൂയ, അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ഇവിടെ പ്രാർത്ഥിക്കാൻ, ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ്. ഇവിടെ വന്ന് ഇരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം എന്നോടൊന്നും സംസാരിച്ചില്ല. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, പ്രാർത്ഥനയെ നിങ്ങളെ ഓർക്കാം. പുള്ളിക്കാരി പോയി. പിന്നെ വന്നിട്ടേ ഇല്ല. എന്നിട്ട് വേറൊരാള് പറഞ്ഞു, ഞാൻ ആ പാസിനെടുത്തു. ഒന്നും എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഒന്നും പറയാത്തത് കൊണ്ട്. പക്ഷെ ഞാൻ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അഡ്വക്കേറ്റിന് ഇവിടെ കണ്ടായിരുന്നു.
ഞാൻ സഹോദരിയോട് പറഞ്ഞു, എന്റെ പൊന്നു സിസ്റ്റർ, ദൈവം പറയാതെ എന്നാ പറയാൻ, ദൈവം ഇടപെടാതെ എന്നോ പറയാനാണ്. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ഒരാളുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങ് നിയോഗിക്കുന്നതല്ലാത്തതൊന്നും ദൈവദാസൻ എന്നോട് പറയാൻ അനുവദിക്കരുത്. ഇങ്ങനെ പ്രാർത്ഥിക്കണം. ചിലര് പ്രാർത്ഥിക്കും, കർത്താവേ, എന്റെ രഹസ്യങ്ങൾ ഒന്നും വെളിപ്പെടാൻ അനുവദിക്കരുത്. ആ പ്രാർത്ഥന വേണ്ട. അത് പ്രാർത്ഥിച്ചാൽ കേൾക്കത്തില്ല, ദൈവം അത് വെളിപ്പെടും. ശ്രദ്ധിച്ചു കേട്ടേ. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവശബ്ദം പ്രവചിക്കുന്നതിന് തുല്യമാണ് അഹരോൻ മോശയോട് ചേർന്ന് നിന്ന് മോശയിലൂടെ കേട്ട ശബ്ദം ജനത്തെ അറിയിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് മോശ ഒഴിവുകേടുകൾ പറഞ്ഞത്? എന്തുകൊണ്ടാണ് മോശ ദൈവ നിയോഗത്തിന്റെ ഹല്ലേലൂയ വിളി തന്നമേ വന്നപ്പോൾ ഒഴിവുകേട് ദൈവം എന്തുകൊണ്ടാ മോശ പറഞ്ഞത്? അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഒന്ന് വായിക്കാമോ? 35-ാമത്തെ വാക്യം, 23 മുതൽ ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 7-ന്റെ. അവന് മോശയ്ക്ക് 40 വയസ്സ് തികയാറായപ്പോ ഇസ്രായേൽ മക്കളായ സഹോദരന്മാരെ ചെന്ന് കാണാൻ മോശ പോയി. തോന്നി അവരിൽ ഒരുത്തൻ അന്യായം ഏൽക്കുന്നത് കണ്ടിട്ട് അവന് തുണയെന്ന് വെച്ചാൽ മിസ്രയീമ്യൻ ഒരു ഇസ്രായേലിനെ ഹല്ലേലൂയ സ്തോത്രം ഉപദ്രവിക്കുന്നത് കണ്ടപ്പോ തുണന്നു. അപ്പോ മോശ ഇത് ചെയ്തുടനെ മോശയുടെ ഹൃദയത്തിലെ ചിന്ത, ഇനി ഞാൻ മുഖാന്തരം ഇവര് രക്ഷ പ്രാപിക്കുമെന്ന് മോശ ഹൃദയത്തിൽ ഗ്രഹിച്ചു. പക്ഷെ ദൈവം ചെയ്തില്ല. അടുത്തത് അവൻ നിരൂപിച്ചു, എങ്കിലും അവർ ഗ്രഹിച്ചില്ല. കലഹിച്ചോണ്ടിരിക്കുന്നു അവരവരാണ്. അപ്പോ ഹല്ലേലൂയ. മുമ്പേ മിസ്രയീമിനും എബ്രായനുമായിരുന്നു. ഇപ്പൊ എബ്രായനും ഇസ്രായേൽ ജനത രണ്ടുപേര് തമ്മിൽ കലഹിക്കുക. അപ്പൊ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക മോശ? കാരണം അവിടെ ഏറ്റില്ല, ഇവിടെങ്കിലും ഒന്ന് ഏൽപ്പിക്കാം എന്ന് വിചാരിച്ചാ പോന്നെ. അവിടെ ചെന്നപ്പോ, പുരുഷന്മാരെ, നിങ്ങൾ സഹോദരന്മാരല്ലോ തമ്മിൽ അന്യായം ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു. അവരെ സമാധാനപ്പെടുത്താൻ ഈ ഭാവം പോയതാണ് അടുത്ത. എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ അവനെ ഉന്തിക്കളഞ്ഞു. നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവും ആക്കിയത് ആരാണെന്ന് ചോദിച്ചു. നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഇസ്രായേൽ ജനത്തിന്റെ ക്ഷേമം അന്വേഷിക്കാൻ പോയ മൂസ അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ആഗ്രഹിച്ച മോശ, ആ മോശയുടെ ആഗ്രഹത്തെ അവർ ഗ്രഹിച്ചില്ല. എന്നെ നോക്കിയിരുന്നേ. അവർ ആ ആഗ്രഹങ്ങളെ എന്ത് ചെയ്തില്ല? അവർ ഗ്രഹിച്ചില്ല. സ്വന്തം സഹോദരന്മാരുടെ ഇടയിൽ തർക്കമുണ്ടായപ്പോൾ പരിഹരിക്കാൻ മോശ ചെന്നപ്പോൾ, നിന്നെ ആരാണ് അധികാരിയാക്കിയത്? ഞങ്ങളുടെ ഇടയിൽ ന്യായം വിധിക്കാൻ നിന്നെ ആരാണ് അധികാരിയാക്കിയതെന്നുണ്ട് ചോദ്യം മോശയോട് ചോദിച്ചു. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? ഹല്ലേലൂയ. ചേർത്തു പിടിക്കേണ്ടവർ അവനെ ആ സമയം ഉപേക്ഷിച്ചു, തള്ളി മാറ്റി കളഞ്ഞു. ഇനിയും 35 ആയി. ഇനിയും ദൂതവട കിടക്കുന്നു 35. നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയതാർ എന്നിങ്ങനെ
അവർ തള്ളിപ്പറഞ്ഞ ഈ മോശെ, 40 വർഷം മുമ്പ് തള്ളിപ്പറഞ്ഞ ഈ മോശെ ദൈവം ഉൾപ്പെടുത്തി പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി തമ്പുരാൻ അയച്ചു. ഒരാമേ പറയാമോ? ഒരാമേ പറയാമോ? എത്ര പേർക്ക് ആ വചനം വായിച്ചപ്പോൾ അതിന്റെ വെളിപ്പാട് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? 40 വർഷം മുമ്പ് തന്റെ ജനത്തിന്റെ ക്ഷേമം അന്വേഷിച്ച് തന്റെ ജനത്തെ കഷ്ടതയിൽ നിന്ന് വിടുവിക്കാൻ മനസ്സ് കാണിച്ചൊരു മോശ പുറകിൽ കിടപ്പുണ്ട് കേട്ടോ, പുറകിൽ കിടപ്പുണ്ട്. പക്ഷെങ്കിൽ അവരവനെ ഉപേക്ഷിച്ചു. അവർ അവൻ എന്തിനാണ് വന്നതെന്ന് ഗ്രഹിച്ചില്ല. അവർ അവനെ തള്ളിക്കളഞ്ഞു കേട്ടോ. മോശം വിട്ടോടിയെന്ന ദൈവമെടുത്ത് വായിച്ചിട്ടത്. മോശേ, എന്തുകൊണ്ടാ മോശേ അവർ നിന്നെ ഉപേക്ഷിച്ചത്? എന്തുകൊണ്ടാ മോശേ അവർ നിന്നെ തള്ളിക്കളഞ്ഞത്? മോശയ്ക്ക് മനസ്സിലായി 40 വർഷം മുമ്പ് പോയത് ദൈവം നിയോഗമില്ലാതെ. മനസ്സിലായി 40 വർഷം മുമ്പ് പോയത് ദൈവം നിയോഗമില്ലാതെയാ. എന്ന മോശയുടെ ദൈവം പറയാ 430 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം മോശയോട് പറയാ, നിന്നെ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത്, നിന്നെ മാറ്റി നിർത്തിയ സ്ഥാനത്ത് നീ Yes. എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. നീ ഇന്നു പകൽ ചില നിയോഗം ഏറ്റെടുത്തു നിന്നാൽ, ചില നിയോഗം ഏറ്റെടുത്ത് മൂവ് ചെയ്താൽ ആത്മാവ് എന്നോട് പറയുന്നു, നിന്നിച്ച സ്ഥാനത്ത്, തല കുനിഞ്ഞ ഇടത്ത്, പരിഹസിക്കപ്പെട്ട ഇടത്ത്, നീ ആരാണെന്ന് ചോദിച്ച ഇടത്ത്, നിനക്ക് എന്താ അധികാരമെന്ന് ചോദിച്ചിടത്ത്
വിശ്വസിക്കുന്നവർ വേണ്ടത് പുസ്തകിച്ച് വിശ്വസിക്കുന്നവർ അന്യഭാഷകളിൽ ആരാധിക്കുക വിശ്വസിക്കുന്നവർ വചനത്തിന്റെ ശക്തി ആത്മീയത്തെ ഏറ്റെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വിശ്വസിക്കാം തയ്യാറാണെങ്കിൽ ദൈവമകനെ ചെയ്യുന്നത് വചനത്തിന്റെ ശക്തികൾ ചെയ്യുന്നു വചനത്തിന്റെ ശക്തികൾ ചെയ്യുന്നു വചനത്തിന്റെ ശക്തികൾ ചെയ്യുന്നു ഇതുവരെ വെളിപ്പെട്ട പിള്ളേർക്ക് 40 വർഷം മുമ്പ് മോശം ഇസ്രായേലിൽ പോയത് ഈ സംഭവം പിന്നീട് വെളിപ്പെടുന്നത് 40 വർഷം കഴിഞ്ഞിട്ട് ഇസ്രായേലിന്റെ
430 വർഷം. പക്ഷേ നിങ്ങൾ ആത്മാവിൽ തിരിച്ചറിയും, അവനെ മാനിക്കാൻ, അവനെ ഉയർത്താൻ, അവന്റെ തന്നെ ഉയർത്താൻ ഉപേക്ഷിച്ചിടത്ത് സ്നേഹിക്കപ്പെടുവാണെങ്കിൽ മോശയെ മാനിക്കാൻ എന്റെ ദൈവം ഒരു ദൈവം അവനെ കാണുന്നില്ല, വെളിപ്പാടൊന്നും കിട്ടുന്നില്ല, പ്രത്യക്ഷമായി ഒന്നും കാണുന്നില്ല. ഭാരപ്പെടരുത്, പരിശുദ്ധാത്മാവിനെ കൊണ്ടു ദൈവം നിയോഗമുള്ളത് വെളിപ്പെടാ സമയമായി. വിശ്വസിക്കുന്നെങ്കിൽ ഏറ്റെടുത്തോ. ദൈവം നിയോഗമുള്ളത് അധികകാലം പറഞ്ഞിരിക്കത്തില്ല. ദൈവം നിയോഗമുള്ളത് അധികമാണെങ്കിൽ നടന്നിരിക്കത്തില്ല. ദൈവം നിയോഗമുള്ളത് അധികമാണെങ്കിൽ മാറാനിരിക്കത്തില്ല. തീരത്തിൽ കണ്ടോ ഒഴിവ് കേടുകൾ പറയാൻ മോശയുടെ ഒരു കാരണമിതാ. ഇന്നലകളിൽ ചില മുറിവ് അവൻ നേരിട്ടില്ല. ആ ജനത്തിന്റെ മുമ്പിൽ ഇനിയും പോയി തല കുനിക്കാൻ അത് മടിയായിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞു, ഞങ്ങളുടെ അധികാരിയാകാം നീ ആര്? സ്വത്രം അധികാരിയാകാം നീ ആരെന്ന് ചോദിച്ച് നിന്നെ തള്ളി മാറ്റിയവരുണ്ടല്ലോ, അവർ നിന്റെ പുറകെ പറയും. ദൈവയോഗത്തിന്റെ അകത്തു നീ കയറി കഴിഞ്ഞാൽ, ദൈവനിയോഗം പൂർണ്ണ മനസ്സോടെ നീ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, നീ ആരെന്ന് ചോദിച്ച് തള്ളി മാറ്റിയവർ മോശയുടെ പുറകെയാ പോയെ. മോശയുടെ പുറകെയാ പോയെ. ഈ വെളിപ്പാടുള്ള സ്വീകരിക്കാൻ മനസ്സുള്ള സ്വീകരിച്ചു. അതിനെ മാറ്റിക്കളഞ്ഞതിനെ തന്നെ ഈ ദൈവ നിയോഗങ്ങളെ മോശ ഏറ്റെടുത്തപ്പോ നിന്ദിച്ച, പരിഹസിച്ച, മറുത്തു നിന്ന മൂപ്പന്മാരുടെയും ജനത്തിന്റെയും നടുവിൽ മോശയുടെ മേലുള്ള നിയോഗത്തെ ആഹരോൻ വെളിപ്പെടുത്തി. ആഹരോൻ സംസാരിച്ചു. ഹല്ലേലൂയ. ആഹരോൻ സംസാരിക്കുന്നതിന് മുമ്പ് മരുഭൂമിയെ വെച്ച് ഇവരൊരു കാഴ്ച, ഇവര് തമ്മിൽ കണ്ട കാഴ്ച. അത് ദൈവം പറഞ്ഞു, അഹരോനെ നീ നിന്റെ സഹോദരനെ എതിരേൽപ്പാൻ ചെല്ലുവിൻ. മരുഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടിയിട്ട് ആ കാഴ്ചയിൽ മോശം നടന്ന കാര്യമല്ല അഹരോനോട് പറഞ്ഞു. ഞാൻ കണ്ട പ്രത്യക്ഷത, എന്റെ മേൽ നിയോഗിച്ച നിയോഗം, എന്റെ കൂടെ നിന്നെ ആക്കിയതിന്റെ ഉദ്ദേശം, ഇതെല്ലാം മോശ വള്ളി പുള്ളി തെറ്റാതെ അഹരോനെ ബോധ്യപ്പെടുത്തി. അഹരോൻ അന്നു മുതൽ മോശയുടെ ശബ്ദം. ഇതാണ് നിഴൽ. എന്താ പൊരുൾ? പൊരുൾ എന്താ? വായിച്ചേ. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യം. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യം. പൊരുളാണ്. വായിച്ചാൽ ഒന്നുകൂടെ വായിക്കാം. ദൈവം പണ്ട് ഭാഗമായിട്ട് വിവിധമായിട്ടും പ്രവാചകന്മാര് മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്ന ഒരാമെ പറയാമോ? ഇതാണ് അതിന്റെ പൊരുൾ. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം പഠിക്കുമ്പോൾ യെശയ്യാവിന്റെ ഒരു പ്രവചനമുണ്ട്. ഇവിടെ അല്പം അവിടെ അല്പം. ഒരു പ്രവചനത്തിന്റെ ലാസ്റ്റ് ഭാഗമാണ്. ഇവിടെ അല്പം അവിടെ
ഇന്നും ഇങ്ങനെയുള്ള പ്രവചനമുണ്ട്. കിട്ടുമായിരിക്കാം, ഒക്കുമായിരിക്കാം. അത് ഒപ്പിക്കുക കേട്ടോ, മറക്കരുത്. സ്തോത്രം. കിട്ടുമായിരിക്കാം, ഒക്കുമായിരിക്കാം, നടക്കുമായിരിക്കാം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഇതുപോലെ ചില പ്രവചനമുണ്ട്. യെശയ്യാവ് പ്രവചിച്ചു, ഇവിടെ അല്പം അവിടെ അല്പം എന്നൊക്കെ പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് എഴുതിയത്, ദൈവം പണ്ട് പ്രവാചകന്മാര് മുഖാന്തരം ഹല്ലേലൂയ പ്രവചിച്ചിട്ടുണ്ട്. സ്തോത്രം, പണ്ട് പ്രവചിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അന്ത്യകാലത്ത് നിന്നോട് പ്രവചിക്കുന്നത് പ്രവാചകന്മാരല്ല, സ്വപുത്രൻ. ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ. ഹല്ലേലൂയ. പ്രവാചകന്മാര് ആശയവിനിമയം നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. ഒന്ന് വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10:43. അപ്പോസ്തല പ്രവൃത്തി 10:43 വായിച്ചേ. പ്രവാചകന്മാർ ഒരുപോലെ ആശയവിനിമയം നടത്തിയ ഒരു പ്രവചനം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും പറയും. എന്ന് വെച്ചാൽ സകല പ്രവാചകന്മാരും ഒരുപോലെ പ്രവചിച്ച ഒരു പ്രവചനം ഉണ്ടെങ്കിൽ ഈ ഒരു പ്രവചനം. ഹല്ലേലൂയ. എന്താ? കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ പാപമോചനം ലഭിക്കത്തുള്ളൂ എന്നുള്ള സാക്ഷ്യത്തിന്റെ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, പ്രവാചകന്മാര് പറഞ്ഞു പാപമോചനം യേശുവിലൂടെ മാത്രം. എന്നാൽ ആ പാപമോചനത്തിന് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം? ആ പാപമോചന പരിഹാരത്തിന്റെ ഹല്ലേലൂയ അനുഭവങ്ങൾ എങ്ങനായിരിക്കണം, എന്തായിരിക്കണം എന്നുള്ള പിതാവിന്റെ ഹൃദയത്തിലെ ആശയങ്ങളെ വെളിപ്പെടുത്തിയത് 3.5 വർഷം പ്രസംഗിച്ച പുത്രന. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ ജനനം മുമ്പേ പ്രവചിച്ച പ്രവചനമുണ്ട്. യേശു ക്രിസ്തുവിന്റെ മരണത്തെ പ്രവചിച്ച പ്രവചനമുണ്ട്. യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ പ്രവചിച്ച പ്രവചനമുണ്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഹല്ലേലൂയ രാജാവ് എന്ന അനുഭവത്തെ കുറിച്ച് പ്രവചിച്ച പ്രവചനമുണ്ട്. പക്ഷെങ്കിൽ ഈ പ്രവചനമൊക്കെ നിൽക്കുമ്പോൾ തന്നെ പിതാവിന്റെ ആശയങ്ങളെ കൈമാറാൻ ഈ പ്രവാചകന്മാർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. പിതാവിന്റെ ഹൃദയത്തിലെ ആശയങ്ങളെ കൈമാറാൻ ഈ പ്രവാചകന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. അത് പ്രവചിച്ചത് ക്രിസ്തുവാണ്. എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ. കരമുയർത്തി ഒരു ഹല്ലേലൂയ പാടാം. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലൂടെ പാപമോചനം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് ശിക്ഷയിൽ നിന്ന് വിടുതലുണ്ട്. ശിക്ഷയിൽ നിന്ന് വിടുതലുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം നിനക്കൊരു രക്ഷയുണ്ട്. അതാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. രക്ഷയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നീ എങ്ങനെ രക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ നീ ഏത് നിലയിൽ രക്ഷിക്കപ്പെടണം, രക്ഷിക്കപ്പെട്ടതിന് ശേഷം നീ എങ്ങനെ ജീവിക്കണം, ഇത് വെളിപ്പെടുത്തിയത് പുത്രനാണ്. പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കി ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ചേർക്കാൻ ഞാൻ പോയതുപോലെ മടങ്ങി വരും. ഈ ആശയം വെളിപ്പെടുത്തിയത് പുത്രനാണ്. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർക്ക് മനസ്സിലായി? എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ഹൃദയത്തിലെ ആശയങ്ങളെ വെളിപ്പെടുത്താൻ പുത്രനോട് തുല്യനായി ഒരു പ്രവാചകനുമില്ല. ആമേൻ. എത്ര പേര്? അതിന്റെ കാരണം എന്താ? രണ്ട് കാരണം. പിതാവിന്റെ ആശയങ്ങളെ
വെളിപ്പെടുത്താൻ പുത്രനെ കഴിയത്തുള്ളൂ എന്നുള്ളതിന്റെ രണ്ട് കാരണങ്ങൾ എബ്രായ ലേഖനത്തെ മാത്രം നിർത്തിക്കൊണ്ട് ഞാൻ പറയാം. ഹല്ലേലൂയ. ഒന്നാമത്തെ കാരണം, യുഗങ്ങളെ, മനുഷ്യനെ, സകല സൃഷ്ടികളെ, അതിന്റെ പദ്ധതിയെ രൂപകൽപ്പന ചെയ്തത്, ഉണ്ടാക്കിയത് എന്റെ ക്രിസ്തു. ഒരാമേൻ എത്ര പേരുണ്ട്? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നോ? യുഗങ്ങളെ, നമ്മളിപ്പോ ജീവിക്കുന്ന കൃപായുഗത്തില, കൃപായുഗം അടക്കം, ഞാൻ എന്തെങ്കിലും യുഗങ്ങളെ കുറിച്ച് പ്രസംഗിക്കും. യുഗങ്ങളെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഉറങ്ങത്തില്ലെന്ന് ഉറപ്പ് വരുത്തിട്ടേ വരാവും. കാരണം ദൂതൊന്നും കാണത്തില്ല. പഠിപ്പിക്കും. സ്വത്രം. ഹല്ലേലൂയ. അപ്പോ എന്തെങ്കിലും പ്രസംഗിക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന കൃപായുഗത്തില. ഈ യുഗങ്ങളെ എല്ലാം, മനുഷ്യനെ എല്ലാം, ദൂതന്മാരെ എല്ലാം, സകല സൃഷ്ടികളെയും സകലത്തിനെയും ഹല്ലേലൂയ പദ്ധതി മെനഞ്ഞ് രൂപകൽപ്പന ചെയ്തത് പുത്രനാണ്. ഒരാമേൻ പറ, ഒരാമേൻ പറ, ആമേൻ പറ എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മനിയോഗത്തോടെ ഒരു വെളിപ്പാട് പറയാം. നീ രക്ഷിക്കപ്പെട്ടതിന് ശേഷമല്ല നിന്നെ കുറിച്ചുള്ള പദ്ധതി അവൻ രൂപകൽപ്പന ചെയ്തത്. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയത്തല്ല നിന്നെ കുറിച്ചുള്ള അവന്റെ പദ്ധതി രൂപകൽപ്പന ചെയ്തത്. അല്ലേ ഒരാമേൻ പറയാൻ പറ്റുമെങ്കിൽ പറ. സ്വന്തം സ്വന്തം നീ രക്ഷിക്കപ്പെടുന്ന ഡേറ്റിലാണ് നിന്നെ കുറിച്ച് അവൻ പദ്ധതി ഒരുക്കിയെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത മാറ്റിക്കോ. അല്ല, അമ്മയുടെ ഉദരത്തിൽ നീ ജനനം കൊണ്ട സമയത്താണ് ദൈവം നിന്നെ കുറിച്ചുള്ള പദ്ധതി രൂപകൽപ്പന ചെയ്തതെങ്കിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കോ. അല്ല, യുഗങ്ങൾ പുറകെ, യുഗങ്ങൾ പുറകെ നിന്നെ കുറിച്ചോ നിന്റെ കുടുംബത്തെ കുറിച്ചോ പദ്ധതി ഒരുക്കിയവരെയാണ് ഇന്ന് വരെ ഞാൻ പ്രസംഗിക്കുന്നത്. അതിനെ വിശ്വസിക്കുന്നവർ മാത്രം നന്ദിയോടെ പുറത്തേ. നീ രക്ഷിക്കപ്പെട്ടതിന് ശേഷമല്ല, നീ വിലത്തിൽ ജനിക്കപ്പെട്ടതിന് ശേഷമല്ല, കുടുംബത്തെ കുറിച്ചുള്ള പദ്ധതി അവൻ ഉണ്ടാക്കിയവനാണ്. ഓ ജീസസ്, അറിയാം. പിശാച് നിന്നോട് എപ്പം മുതലാ പോരാടാൻ തുടങ്ങിയത്? നിന്റെ ജനനം മുതൽ. സ്തോത്രം. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവായി ജനിക്കും. ജനിച്ച നാളെ മുതൽ ചിലപ്പോ നിന്നോട് പോരാടി കാണും. പിശാചിന് ഒരു ഗുണവും ഇല്ല, പോരാടത്തുമില്ല. കാരണം വെറുതെ പോരാടിയിട്ട് കാര്യമില്ല, അവനെ കൊണ്ട് ഇല്ല. ദൈവത്തിന് ഗുണമുള്ളവരോടാ പോരാടുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയത്ത് നിന്നോട് പോരാട്ടം തുടങ്ങി കാണാം. പക്ഷെങ്കിൽ ആത്മാവ് എന്നോട് പറയുന്ന ദൂത് മനസ്സിലാക്കണം. പിശാച് നീ ജനിച്ച അമ്മയുടെ ഉദരത്തിൽ ജനിച്ച സമയം മുതലാ പോരാടുന്നതെങ്കിൽ എത്രയോ യുഗങ്ങൾക്ക് പുറകിൽ നിന്നെ കുറിച്ചുള്ള പദ്ധതി അവൻ എഴുതി കഴിഞ്ഞു. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. പൗലോസിന്റെ ഒരു വാക്കുണ്ട്, എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു വാക്ക. അവൻ സകലതും മുൻ നിർണയിച്ചു വച്ചിരിക്കുന്നു. ഒരാളെ പറയാമോ? എന്ന് വെച്ചാൽ നിന്നെ കുറിച്ചുള്ള അവന്റെ പദ്ധതിയുടെ ഹല്ലേലൂയ പൂർത്തീകരണം നടന്നത് നീ ജനിച്ച നാളിലല്ല, നീ രക്ഷിക്കപ്പെട്ട നാളിലല്ല, നീ സ്നാനപ്പെട്ട നാളിലല്ല, നീ അഭിഷേകം പ്രാപിച്ച നാളിലല്ല. യുഗങ്ങൾ പുറകെ നീ ജനിക്കുമെന്നും ഈ കുടുംബത്തിൽ നീ ജനിക്കുമെന്നും ഈ അപ്പനും അമ്മയ്ക്കും നീ ജനിക്കുമെന്നോ ഈ കുടുംബത്തിൽ നീ ആയിരിക്കുമെന്നോ നിന്റെ ജീവിതം ഈ നിലയിൽ കടന്നു പോകുമെന്നും പദ്ധതി നിറയ്ക്ക ഒരു ദൈവം നിന്റെ
വലിയ പ്രതിസന്ധികൾ വരുമ്പോ പറയരുത് എന്തിനാ ഇങ്ങനൊരു ജന്മം, എന്തിനാ കർത്താവേ എന്നെ ജനിപ്പിച്ചത്. വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നീ നിന്റെ ദൈവത്തെ കുറച്ച് കാണിക്കരുത്. നിനക്ക് പറയാൻ ചിലപ്പോ 4 വർഷത്തെ കണക്ക് കാണും, 5 വർഷത്തെ കണക്ക് കാണും, 10 വർഷത്തെ കണക്ക് കാണും, 20 വർഷത്തെ കണക്ക് കാണും, 30 വർഷത്തെ കണക്ക് കാണുക. പോട്ടെ, ചിലര് പറയുന്നത് എന്ന് തിരിച്ചറിവ് വന്നു അന്ന് മുതൽ കഷ്ടപ്പെടുക. ഇനി തിരിച്ചറിവ് വന്ന പ്രായം മുതല് ഇപ്പൊ ഉള്ള ഏജ് വരെ കൂട്ടിക്കോ, 10-60 വർഷമായി കാണും. ഇരിക്കട്ടെ, 10-60 വർഷത്തെ കണക്കാണ് നിനക്ക് പ്രതിസന്ധിയായി പറയാനുള്ളത്. പക്ഷെ യുഗങ്ങൾക്ക് മുമ്പ് നിന്നെ കുറിച്ച് പദ്ധതി മെനഞ്ഞ ദൈവത്തെ നീ ചെറുതാക്കി കാണരുത്. നിനക്ക് വർഷത്തെ കണക്കുള്ളൂ എന്ന യുഗങ്ങൾക്ക് മുമ്പേ നിന്നെ കുറിച്ചും നിന്റെ കുടുംബത്തെ കുറിച്ചും നിന്റെ തലമുറകളെ കുറിച്ചും പദ്ധതി മെനഞ്ഞ ഒരു ദൈവപുത്രൻ ഇന്ന് പകൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ അടുത്തിറങ്ങി വരുന്നുണ്ട്. അവന്റെ പദ്ധതി വള്ളി പുള്ളി തെറ്റാതെ വിശ്വസിക്കുന്ന പ്രചോദനങ്ങളുണ്ട്. വൈശാഖിന്റെ മണ്ഡലത്തോട് ഐക്യത്തോടെ സംസാരിക്കാൻ ഒന്ന് പ്രാർത്ഥിച്ചേ. ചില വർഷത്തിന്റെ കണക്ക് പറഞ്ഞു, ചില വിഷയങ്ങളുടെ കണക്ക് പറഞ്ഞു, ചില സാഹചര്യങ്ങളുടെ കണക്ക് പറഞ്ഞു. വിശ്വാസം എന്നോട് പോരാടിക്കൊണ്ടിരിക്കല്ലേ? എത്ര വർഷമായി പ്രാർത്ഥന കഴിയുന്നത്, എത്ര വർഷമായി വിമർശിക്കാൻ കഴിയുന്നത്, എത്ര വർഷമായി കരയുന്നില്ല. പോരാടിക്കൊണ്ടിരിക്കല് നീ പറ. എനിക്കതൊന്നും വിഷയമല്ല. നിങ്ങൾ താങ്കൾ മുൻപേ, നിങ്ങൾക്ക് മുൻപേ നാളെ ഞാൻ എന്തായി ചിന്തിക്കുമെന്ന്, നാളെ ഞാൻ എന്തായി ചിന്തിക്കുമെന്ന്, എന്റെ തലമുറ എന്തായി ചിന്തിക്കുമെന്ന്, എന്റെ എന്റെ കൂടെ പഠനത്തിന്റെ വെളിപ്പാട് മനസ്സിലാകുന്നവർക്ക് ആ ഭൂമിക്ക് വേണ്ടി അറിയത്തുള്ളൂ. പഠനത്തിന്റെ വെളിപ്പാട് മനസ്സിലാകുന്നവർക്ക് ആ ഭൂമിന്റെ വില അറിയത്തുള്ളൂ. വിശ്വസിക്ക്. യുവങ്ങൾക്ക് മുമ്പേ ചില വർഷത്തെ പദ്ധതിയെ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിനക്ക് ചില വർഷത്തിലെ പദ്ധതികളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചില വർഷത്തിന്റെ പദ്ധതികളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ യുഗങ്ങൾക്ക് പുറകിൽ എന്നെ കുറിച്ച് എന്റെ പുത്രനായ ക്രിസ്തു, എന്റെ പിതാവായ ദൈവം, പരിശുദ്ധാത്മാവ് എഴുതി വെച്ച പദ്ധതിയെ പകരം മറിക്കാൻ നിനക്ക് കഴിയ എന്നോട് ചേർന്നത് കാട്ടിട്ടേ, എന്നോട് ചേർന്നത് കാട്ടിച്ചേ, എന്നോട് ചേർന്നത് ആരാ ശക്തിയിൽ കാട്ടിച്ചേ.
ചിലരുടെ പദ്ധതികളെ ഏതുള്ളതും ദൈവത്തിന്റെ പദ്ധതികളെ അട്ടിമറിക്കാൻ പിശാച് ശ്രമിച്ചാലോ നടക്കത്തില്ലെന്ന് നിരവധിയാണ്. പ്രശ്നം നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മറുപടി ലേറ്റായ ചില വർഷങ്ങൾ കാത്തിരിക്കേണ്ട ഗതികേട് വന്നാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമ്മുടെ അടുത്ത വർത്താനമാണ് ദൈവം എന്നെ മറന്നു. ദൈവം എന്നെ മറന്നു. ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഇന്ന് പകൽ ഈ വെളിപ്പാടകത്ത് കയറ്റിക്കോണം. ദൈവം നിന്നെ മറന്നതല്ല. നീ ജനിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടല്ല യുഗങ്ങൾക്ക് പുറകെ സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, ദൂതന്മാരെയൊക്കെ ജനിപ്പിക്കുന്നതിന് മുമ്പ് എത്രയോ അനാദികാലത്തിന് പുറകിൽ ദൈവം നിന്നെ കുറിച്ചുള്ള പദ്ധതി മുൻനിർണയിച്ചു വെച്ചിരിക്കുക. നിന്റെ പേരിതാകും, ഇന്ന കുടുംബത്തിൽ നീ ജനിക്കും, ഇന്ന ദേശത്ത് നീ ജനിക്കും. നമ്മൾ പറയാം എന്റെ പേരൊരു രസമില്ല. അത്ര ദൈവത്തിന്റെ പദ്ധതിയാ ഈ പേര് നിന്റെ മേൽ വരണം. ഇപ്പൊ പലരും പേര് മാറ്റാൻ നടക്കുക. അറിയില്ല, മാറ്റൊന്നും വേണ്ട. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ പേരെല്ലാം വന്നു. അപ്പന്റെ അമ്മ ഇവിടെ ജനിച്ചു, ആ ദേശത്ത് ജനിച്ചു, എല്ലാം ശരിയാണ്. ഹല്ലേലൂയ. ഇതൊന്നും ഇപ്പൊ നടന്ന കാര്യങ്ങളല്ല, മുന്നമേ നിർണയിച്ചതാണ്. അപ്പോ പുത്രൻ പിതാവിന്റെ ആശയങ്ങളെ വെളിപ്പെടുത്താൻ ഉള്ള കാരണത്തിന്റെ ഒന്നാണ് ഞാൻ പറഞ്ഞത്. സകലത്തിനെയും സ്ഥാപിച്ചവനെ അത് കൃത്യമായി അവതരിപ്പിക്കാൻ പറ്റും. എത്ര പേർക്ക് പറഞ്ഞ് മനസ്സിലായി? രണ്ടാമത്തൊരു കാരണം കൂടെ പറയാം. ഹല്ലേലൂയ. യേശുക്രിസ്തു മാത്രമേ പ്രവാചകനായിട്ടും മഹാപുരോഹിതനായിട്ടും രാജാവായിട്ടും ഒരുപോലെ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുള്ളൂ. മനസ്സിലായോ? മനസ്സിലായോ? എന്ന് വെച്ചാൽ രാജാവായിട്ട് അഭിഷേകം ചെയ്തവരുണ്ട്, പ്രവാചകന്മാരായിട്ട് അഭിഷേകം ചെയ്തവരുണ്ട്, മഹാപുരോഹിതനായിട്ടും അഭിഷേകം ചെയ്തവരുണ്ട്. പക്ഷെ ഇത് മൂന്നും കൂടെ ചേർന്ന് ഒറ്റ ഒരുവനെ അഭിഷേകം ചെയ്തിട്ടുള്ളൂ, അത് കർത്താവായ ക്രിസ്തു. അപ്പോൾ ഈ മൂന്ന് അഭിഷേക തലങ്ങളിൽ നിൽക്കുന്നവന് മാത്രമേ പിതാവിന്റെ ഹൃദയത്തിലെ ആശയം വെളിപ്പെടുത്താൻ പറ്റൂ. അതാണ് രണ്ടാമത്തെ കാരണം. ഒന്നിന്റെ രണ്ടിൽ നമ്മൾ വായിച്ചു, അവൻ സകല മനുഷ്യർക്കും പ്രവാചകൻ. അല്ലെ? സകല മനുഷ്യർക്കും പ്രവാചകൻ. 3:1 പറയുന്നത് വായിക്കണ്ട, പിന്നെ നോക്കിയാൽ മതി. 3:1 പറയുന്നു, അവൻ സകല മനുഷ്യ ജാതിക്കും മഹാപുരോഹിതൻ. വെളിപ്പാട് 11:17 പറയുന്നു, അവൻ രാജാവായി വാഴുന്നവൻ. മനസ്സിലായോ? മനസ്സിലായോ? പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പുരോഹിതനായും പ്രവാചകനായും രാജാവായും ഒരുപോലെ അഭിഷേകം ചെയ്യപ്പെട്ട ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് പുത്രനായ ക്രിസ്തു. ഹല്ലേലൂയ. അപ്പോൾ പിതാവിന്റെ ആശയത്തെ
വെളിപ്പെടുത്താൻ ആ പുത്രന് മാത്രമേ കഴിയത്തുള്ളൂ. കാരണം ഈ 3 അഭിഷേകത്തിന്റെ നിറവിൽ വെളിപ്പെട്ടു നിൽക്കുന്നത് പുത്രനാണ്. പുത്രന് മാത്രമേ പൂർണ്ണതയോടെ പിതാവിന്റെ ആശയത്തെ വെളിപ്പെടുത്താൻ പറ്റത്തുള്ളൂ. എന്താ നിഴൽ, എന്താ പൊരുൾ? ഹല്ലേലൂയ. യോഗ്യതയുള്ളത് പുത്രനാണ്. യോഗ്യത നമുക്കറിയാം. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ യോഹന്നാന്റെ ഒരു കരച്ചിലുണ്ട്. കാരണം ഈ മുദ്ര പൊട്ടിക്കാൻ ആരും മുൻപോട്ട് വരാതിരുന്നപ്പോൾ യോഹന്നാൻ എന്ത് ചെയ്തു? വായിച്ചിട്ടൊന്നുമില്ല. യോഹന്നാൻ കരഞ്ഞു. യോഹന്നാൻ വായിച്ചിട്ടൊന്നും ഇല്ല. വായിക്കണം കേട്ടോ. ഉള്ളത് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോ യോഹന്നാൻ എന്ത് ചെയ്തു? കരഞ്ഞു. ഉടനെ യോഹന്നാനോട് ചോദിക്കുന്ന ചോദ്യം, യോഹന്നാൻ നീ എന്തിനാ കരയുന്നേ? ഈ മുദ്ര പൊട്ടിപ്പാൻ യോഗ്യനായ ഒരു കുഞ്ഞാണ്. ആ യോഗ്യത യേശുവിന് മാത്രമാണ്. പിതാവിന്റെ ഹൃദയത്തിലെ ആശയങ്ങളെ പൂർണ്ണ രൂപത്തോടെ വെളിപ്പെടുത്താൻ യേശുവിനല്ലാതെ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാനൊരു മർമ്മം പറയാം. നിന്നെ കുറിച്ചുള്ള പിതാവിന്റെ ആശയങ്ങളെ പുത്രൻ തന്റെ ആത്മാവിനാൽ ഈ നാളുകളിൽ വെളിപ്പെടുത്തും. ഒരാമേൻ എത്ര പേര് പറയും? ഒരാമേൻ എത്ര പേര് പറയും? എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകനെ അയച്ചിട്ടല്ല. ഒരാമേൻ പറ. ഒരു പ്രവാചകനെ അയച്ചിട്ടില്ല. ദൈവങ്ങൾ അങ്ങനെ ഇടപെടുന്നേ. ഒരു പ്രവാചകനെ അയച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു സന്ദേശവാഹകനെ അയച്ചിട്ടല്ല. നിന്നെ കുറിച്ചുള്ള പിതാവിന്റെ ആശയത്തെ പുത്രൻ മുഖാന്തരം നിന്റെ അകത്തു വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് ചില രാമയം പറഞ്ഞത് സ്വീകരിക്കണം. നിന്റെ പ്രാർത്ഥന മുറിയിൽ അത് വെളിപ്പെടും. നിന്റെ പ്രാർത്ഥന മുറിയിൽ അത് വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ആലോചന പറയുകയാണ്. എന്താണ് നിഴൽ? എന്താണ് പൊരുൾ? മോശ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് അവതരിപ്പിക്കാനും അഹരോന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഹല്ലേലൂയ, നിനക്കവൻ വായും അവന് നീ ദൈവവും. എന്ന് വെച്ചാൽ മോശ ദൈവമാണെന്നല്ല പറഞ്ഞത്. ഹല്ലേലൂയ, മോശ ദൈവമാണെന്നല്ല പറഞ്ഞത്. പ്രവാചകനും ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനാണോ അതനുസരിച്ച്, പ്രവാചകനും ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനാണോ അതനുസരിച്ച്. ഹല്ലേലൂയ, സ്തോത്രം. അല്ലാതെ മോശ ദൈവമാണെന്നല്ല പറഞ്ഞത്. ഇനി ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. മോശയുടെ ഹൃദയത്തിലെ ആശയങ്ങളെ അഹരോൻ കൃത്യമായി ജനത്തിന്റെ ഇടയിൽ എന്ത് ചെയ്തു? അവതരിപ്പിച്ചു. അതാണ് നിഴൽ, പൊരുൾ. പിതാവിന്റെ ആശയങ്ങളെ പുത്രൻ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു. എത്ര പേര് ദൈവത്തെ സ്തുതിക്കും? എത്ര പേര് ദൈവത്തെ സ്തുതിക്കും? ഇതാണ് അതിന്റെ നിഴലും പൊരുളും. ഹല്ലേലൂയ. നിഴലും പൊരുളും ഇതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞേ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. മോശയുടെ ഹൃദയത്തിലെ ആശയങ്ങളെ അഹരോൻ ജനത്തെ അറിയിച്ചു. അതേപോലെ പിതാവിന്റെ ഹൃദയത്തിലെ ആശയങ്ങളെ പുത്രൻ നമ്മളെ അറിയിച്ചു. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാം. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞാനത് കൈമാറുക. രണ്ടാമത്തെ വിഷയം വേഗത്തിലൊന്ന് ധ്യാനിക്കാം. രണ്ടാമത്തെ വിഷയം. ഒന്നാമത്തെ വിഷയം മനസ്സിലായല്ലോ. ഹല്ലേലൂയ. മോശയുടെ ഹൃദയത്തിലെ ആശയങ്ങളെ, ദൈവം കൊടുത്ത ആശയങ്ങളെ അഹരോൻ സംസാരിച്ചു. അതിന്റെ പൊരുൾ, ഹല്ലേലൂയ, അഹരോൻ നിഴലായി നിൽക്കിയ യേശുക്രിസ്തു പൊരുൾ. പിതാവിന്റെ ഹൃദയത്തിലെ ആശയങ്ങളെ പുത്രൻ നമുക്ക് വെളിപ്പെടുത്തുന്നു. രണ്ടാമത്തത് ലേവ്യ പുസ്തകം 9-ാം അധ്യായം 22-ാമത്തെ. ലേവ്യ 9:22.
ലേവ്യ പുസ്തകം 9-ാം അധ്യായം 22-ാം വാക്യം വേഗത്തിലാണ്. പിന്നെ അഹരോൻ ജനത്തിന്റെ നേരെ കൈ ഉയർത്തി അവരെ ആശീർവദിച്ചു. രണ്ടാമത്തത്, ജനത്തെ അനുഗ്രഹിക്കുന്നത് അഹരോനാണ്. രണ്ടാമത്തത്, ജനത്തെ അനുഗ്രഹിക്കുന്നത് ആരാ? അഹരോനാണ്. യാഗവ്യവസ്ഥയിൽ വ്യവസ്ഥാപനം ചെയ്ത് എല്ലാ യാഗങ്ങളും അഹരോൻ അർപ്പിക്കും. പാപയാഗം, ഹോമയാഗം, സമാധാനയാഗം പൂർത്തിയാക്കി യാഗപീഠത്തിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷമാണ് തന്റെ 2 കരമുയർത്തി അവരെ അനുഗ്രഹിക്കും. എന്താണ് ആ അനുഗ്രഹം? വായിച്ചിട്ടുണ്ടോ? അഹരോൻ കൈ ഉയർത്തിയ അനുഗ്രഹത്തെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എവിടെ വായിക്കുക? ദേവിയൊന്നും നമ്മൾ പോകാറേ ഇല്ല. കാരണം പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. ചിലപ്പോ നമ്മള് ശരിയാകേണ്ടി വരും. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങോട്ടൊന്നും പോകാറില്ലല്ലോ. നമ്മളിങ്ങനെ 150 സങ്കീർത്തനത്തിൽ കിടന്ന് കറങ്ങുക. നീ ഇവിടെ കിടന്ന കറങ്ങല്ല. സ്തോത്രം. എവിടെ ഈ അനുഗ്രഹം കിടക്കുന്നേ? കൈ ഉയർത്തി അനുഗ്രഹിച്ചെന്നേ അവിടെ എഴുതിയിട്ടുണ്ട്. എവിടെ കിടക്കുന്നത്? വായിക്കുക. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 22 മുതൽ വായിക്കുക. കുറിച്ചിട്ടോണം. സംഖ്യ 6:22 മുതൽ 27 വരെ വായിച്ചോ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തു, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, ഇസ്രായേൽ മക്കളെ കൈ ഉയർത്തി അനുഗ്രഹിക്കുമ്പോൾ അവൻ ചൊല്ലേണ്ടത് എന്തെന്ന്. യഹോവ, ഒന്നാമത്തെ അനുഗ്രഹം കേട്ടോ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. 2, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകും. ഇതാ 3 അനുഗ്രഹങ്ങൾ. രാമൻ പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കുന്നു ഈ അനുഗ്രഹം ഇന്ന് എന്റെ വരും? അവനവൻ പറഞ്ഞു. വിശ്വസിക്കുന്നു ഇന്ന് പകൽ ഞാൻ ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അനുഗ്രഹം എന്റെ മേൽ വരണം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇവിടെ അഹരോൻ കൈ ഉയർത്തി അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അവിടെ അനുഗ്രഹത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് യഹോവയുടെ നാമം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതിന്റെ അർത്ഥം എന്താ? മോശയോട് ദൈവം പറഞ്ഞു, നീ അഹരോനോടും പുത്രന്മാരോടും പറയണം അനുഗ്രഹിക്കേണ്ട വിധം. ആ 3 അനുഗ്രഹങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. തുടങ്ങിയിരിക്കുന്ന യഹോവയുടെ നാമം പറഞ്ഞു. അല്ലേ? 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 സ്വതന്ത്രം. യഹോവയുടെ 3 അനുഗ്രഹത്തിന്റെയും തുടക്കം യഹോവയുടെ നാമം അവരുടെ ശിരസിൽ പകർന്ന് അനുഗ്രഹിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? യഹോവയ്ക്ക് തുല്യമാണ് യഹോവയുടെ നാമം. അതാ അതിന്റെ അർത്ഥം. മനസ്സിലായോ? ദൈവമായ യഹോവ ഇറങ്ങി വന്ന് ഇപ്പൊ ഞാൻ നിങ്ങളുടെ തലയിൽ കൊണ്ട് കൈവച്ച് അനുഗ്രഹിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ യഹോവ ഡയറക്റ്റ് ഇറങ്ങി വന്ന് കൈവച്ച് അനുഗ്രഹിക്കുന്നതിന് തുല്യമാണ് യഹോവയുടെ നാമം പറഞ്ഞനുഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. അപ്പോ യഹോവയുടെ നാമത്തിന് എന്തുണ്ട്? അവിടെ പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ.
Praise the Lord. ഞാൻ ഇന്ന് പകൽ നിങ്ങൾ ശ്രദ്ധിക്കണമേ, മോശയോട് പാപയാഗം, ഹോമയാഗം, സമാധാനയാഗം നടത്തി യാഗപീഠത്തിങ്കിൽ നിന്ന് ഇറങ്ങി വന്ന് മോശ ജനത്തിന്റെ മേൽ കൈകൾ ഉയർത്തി അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ, യഹോവയുടെ നാമം പറഞ്ഞ് അവരെ അനുഗ്രഹിക്കുമ്പോൾ അവരുടെ അനുഗ്രഹത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഇരുട്ട് മാറിപ്പോവാ. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിശ്വസിക്കുന്ന എത്ര പേരുണ്ടോ? ഇന്ന് പകൽ ഞാൻ യഹോവയുടെ നാമം പറഞ്ഞ് ഇത് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്റെ അകത്തുളങ്ങളിൽ ഒരു ദൈവശബ്ദം കൈമാറുന്നു. ഇന്ന് പകൽ യഹോവയുടെ നാമം നീ ആരാധനയിൽ നിനക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ, യഹോവയുടെ നാമം യഹോവയുടെ നാമം വെളിപ്പെട്ടാൽ നിന്റെ അനുഗ്രഹങ്ങളെ വിശ്വസിക്കുക. നിന്റെ അനുഗ്രഹങ്ങളിൽ നീയുടെ അടച്ചു വെച്ചിരിക്കുന്ന മേഖലകൾ മാറി ആത്മാവിലൊന്ന് സ്വീകരിക്കുക, ആത്മാവിലൊന്ന് സ്വീകരിക്കുക, ആത്മാവിലൊന്ന് സ്വീകരിക്കുക. യഹോവയുടെ നാമത്തിൽ എന്നോട് ആത്മാവ് ഇടപെടുക. നിന്റെ അനുഗ്രഹങ്ങൾ, ഈ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ചില പാസ്റ്റേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും അല്ല അനുഗ്രഹത്തെ കുറിച്ച് പറയുന്നത്. പക്ഷെ അനുഗ്രഹത്തെ കുറിച്ച് പറയാൻ ആത്മാവ് ഇടപെട്ട പറയും. നമ്മൾ അനുഗ്രഹം പ്രാപിച്ചില്ല, പിന്നെ ആര് പ്രാപിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ചില അനുഗ്രഹങ്ങളിൽ കിടക്കുന്ന ഇരുട്ടിന്റെ മൂടുപടം മാറ്റാൻ എനിക്കും നിനക്കും തന്നിട്ടുള്ള കഴിവുള്ളൊരു നാമമുണ്ട്, അധികാരമുള്ളൊരു നാമമുണ്ട്. യഹോവയുടെ നാമമാണ്. എന്താ 3 അനുഗ്രഹം? നമ്പർ 1, ഒന്നാമത്തെ അനുഗ്രഹം എന്താ പറഞ്ഞേ? യഹോവയുടെ നാമത്തിൽ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ എന്ന് വെച്ചാ ഒന്നാമത്തെ അനുഗ്രഹത്തിന്റെ ഗുണം വിടുതൽ. അനുഗ്രഹം എന്താണെന്ന് അറിയാമോ? ദൈവീക സംരക്ഷണം. ഒരാമേ പറഞ്ഞു, കർത്താവ് നിന്നെ സൂക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നീ എന്നേ പെട്ടിക്കുകയാണ്. മൂക്കി പഞ്ഞിയും വെച്ച് തലയും കെട്ടി കാലും കെട്ടി കയ്യും കെട്ടി ജീവിച്ചിരിക്കുമ്പോ കെട്ടിയ ഗുണം ഉണ്ടായിരുന്നു. ചത്തട്ടെന്തോ കിട്ടാൻ സ്തോത്രം അല്ലേ? ഞാനിങ്ങനെ ആലോചിക്കും, തല കെട്ടാറുണ്ട്, കാല് കെട്ടാറുണ്ട്, കൈ കെട്ടാറുണ്ട്. എന്തിനാ അതിന്റെ ആവശ്യം? ആ പുള്ളി എഴുന്നേറ്റ് വന്നിപ്പോ നമ്മളെ ഉപദ്രവിക്കുന്നു. ജീവിച്ചിരുന്നപ്പോ ഒന്ന് കെട്ടിയിരുന്നെങ്കിൽ പുള്ളി ഒതുങ്ങി.
മരിച്ചു കഴിഞ്ഞ് കെട്ടിട്ട് എന്നെ സ്തോത്രം. നാളൊരു പാസ്റ്റർ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ജീവിച്ചിരുന്നപ്പോ ഇവനെ ഒത്തിരി തൊടിച്ചതായിരുന്നു, മരിച്ചപ്പോ ഇവന്റെ കാല് കെട്ടിയ. ജീവിച്ചിരുന്നപ്പോ വാതോരാന്തെ കലബലാന്ന് വന്ന് അങ്ങ് സംസാരിക്കും. മരിച്ചു കഴിഞ്ഞാൽ കെട്ടി വെച്ചിരിക്കുക, തുറക്ക. സ്വോത്രം. ഇതിനാണോ കിട്ടുന്നത്? ചുമ്മാ അങ്ങ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പണ്ട് മുതൽ ചെയ്തു വരും. അതുപോലെ കെട്ടിയില്ലെന്ന് വെച്ചാൽ എന്താ പ്രശ്നം? നോക്കി പഞ്ഞി വെച്ചില്ല എല്ലാ പ്രശ്നം. അകത്ത് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല. ചെവിയിലും മൂക്കിലും ഒക്കെ പഞ്ഞി ഇല്ല, പ്രയാസമൊന്നുമില്ല. എന്തിനെ കർത്താവ് നമ്മളെ സംരക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ എത്രയോ അനർത്ഥം നമ്മളെ വിഴുങ്ങിക്കളഞ്ഞ. സ്മരണയുള്ളവർ നന്ദി പറയും. ഓർത്തെടുത്ത് പറയാൻ പറ്റുന്നവർ നന്ദിയോടെ സ്തുതിക്കണം. ഒറ്റപ്പെട്ട് തകർന്നു പോയ സ്ഥാനങ്ങളിൽ നിന്നെ സൂക്ഷിച്ചത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു വശമാണെന്ന് മറക്കരുത്. അപകടങ്ങളും അനർത്ഥങ്ങളും ആപത്തും എല്ലാം ജീവിതത്തിൽ അലതട്ടി വന്നപ്പോൾ ഹല്ലേലൂയ, അടുത്ത ദിവസം നേരെ പുലർത്തുമോ എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ഹല്ലേലൂയ, നിന്റെ ആയുസ്സിനെ ദീർഘമായി നീട്ടി നിന്റെ പ്രാണന് കേടും വരാതെ ജീവഭണ്ഡാരത്തിൽ സൂക്ഷിച്ചത് യഹോവയുടെ അനുഗ്രഹമാണെന്ന് ഞാൻ സ്തോത്രം. യഹോവ എന്നത് വീണ്ടെടുപ്പുകാരൻ എന്നൊരർത്ഥമുണ്ട്. വീണ്ടെടുപ്പുകാരൻ, യഹോവ എന്ന വാക്കിന് വീണ്ടെടുപ്പുകാരൻ. ഈ അനുഗ്രഹം ഏതാ? യഹോവയുടെ നാമത്തിലുള്ള ഒന്നാമത്തെ അനുഗ്രഹം ഇസ്രായേൽ ജനത്തിന് അഹരോൻ കൈ ഉയർത്തി പിടിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ ഒന്നാമത്തെ അനുഗ്രഹം എന്താ? ഇസ്രായേൽ ജനമേ, സകല ദുഷ്ടന്റെ കയ്യിൽ നിന്നും ദുഷ്ടവശങ്ങളിൽ നിന്നും നിന്റെ പ്രാണനൊരു കേടും വരാതെ നിന്നെ സൂക്ഷിക്കുന്ന അനുഗ്രഹമാണ് ഈ ഒന്നാമത്തെ അനുഗ്രഹം. യാക്കോബ് ഉൽപ്പത്തി 28:15 പറയുന്നത് ഇങ്ങനല്ലേ? യാക്കോബിനോട് നീ പോകുന്നിടത്തെല്ലാം, അടുത്ത വാക്ക ഞാൻ പ്രാർത്ഥനാ മുറിയിൽ ആമേൻ പറഞ്ഞത്, അടുത്ത വാക്ക ഞാൻ പ്രാർത്ഥനാ മുറിയിൽ ആമേൻ പറഞ്ഞത്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത്. ഒരാമേൻ പറ, ഒരാമേൻ പറ. നിന്റെ കഴിവാണോ, നിന്റെ മിടുക്കാണോ, നിന്റെ പുണ്യപ്രവൃത്തിയാണോ, നിന്റെ ആരോഗ്യമാണോ, നിന്റെ പണമാണോ, നിന്റെ കുടുംബ മഹിമയാണോ? അല്ല, നീ പോകുന്നിടത്തൊക്കെയും, നീ പോയിട്ടുള്ള ഇടത്തൊക്കെയും, നീ വന്നിട്ടുള്ള ഇടത്തൊക്കെയും നിന്റെ കാറ്റ് യഹോവയുടെ അനുഗ്രഹമുണ്ട്. യാക്കോബിനോട് പറയാം, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് ഞാൻ നിന്നെ പാടാക്കി വരുന്നു. ഓ, ഇന്ന് മകൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഇന്ന് പകൽ ഈ അനുഗ്രഹം നിന്റെ മേൽ വീണാൽ ദുഷ്ടന്റെ കൈവശത്തിലുള്ള ദുഷ്ടന്റെ പക്കലുള്ള നിനക്കൊരു മടക്കയാത്ര ഉയർന്ന ദൈവത്തിന്റെ ആത്മാവ് വിശ്വാസത്തോടെ
ചിലരെ സൂക്ഷിച്ച് ദൈവം രാജ്യത്തിലേക്ക് മടക്കി വരുന്നു. നീ ഭാരപ്പെടണ്ട, നീ പ്രയാസപ്പെടണ്ട. എവിടെയാണോ നിനക്ക് എത്തപ്പെടേണ്ടത് അവിടെ നിന്നെ കാത്ത് സൂക്ഷിച്ച് എത്തിക്കാൻ യഹോവയുടെ അനുഗ്രഹം നിന്റെ തലയ്ക്ക് മുകളിൽ കൈ ഉയർത്തിപ്പിടിച്ച് വയ്ക്കുകയാണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പാടായി പറയുകയാണ്. 40 വർഷം ഇസ്രായേൽ ജനത്തിനെ ദൈവത്തിന്റെ ശെക്കേനയുടെ തണലിൽ നടത്തിയതുപോലെ എന്നെ ആത്മാവ് കാണിക്കുക. യഹോവയുടെ നാമത്തിലെ അനുഗ്രഹത്തിന്റെ കരം ചെലന്റെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ വിളിക്കുക, തലയ്ക്ക് മുകളിൽ വിളിക്കുക, തലയ്ക്ക് മുകളിൽ വിളിക്കുക. നിന്റെ ആ കരം നിൽക്കുന്നത് കാണിക്കണം. നിന്റെ അനുഗ്രഹത്തെ ഇല്ലാതാക്കാൻ ഒരു ശക്തിയും കഴിയത്തില്ല. വചനത്തിന്റെ വെളിപ്പാട്, വചനത്തിന്റെ വെളിപ്പാട് ഞങ്ങൾ കാണിച്ചു. ചിലരുടെ തലയ്ക്ക് മുകളിൽ കാണാൻ കഴിയുന്നവർ ദൈവത്തെ ശ്രദ്ധിക്കുക, കാണാൻ കഴിയുന്നവർ ദൈവത്തെ ശ്രദ്ധിക്കുക, കാണാൻ കഴിയുന്നവർ ദൈവത്തെ ശ്രദ്ധിക്കുക, കാണാൻ കഴിയുന്നവർ ദൈവത്തെ ശ്രദ്ധിക്കുക. നീ ജനത്തിന്റെ മുന്നിൽ ചില അനുഗ്രഹങ്ങൾ കാണുന്നില്ലെന്നുള്ളത് സത്യമാണെങ്കിലും പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നീ കാണാത്ത ഒരു വെളിപ്പാടും പറയാം. യഹോവയുടെ നാമത്തിന്റെ അനുഗ്രഹത്തിന്റെ കൈ നിന്റെ തലയ്ക്കുള്ളിൽ, നിന്റെ തലയ്ക്കുള്ളിൽ ദൈവത്തിന്റെ കാര്യം സമയത്തുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. ഹല്ലേലൂയ. രണ്ടാമത്തെ അനുഗ്രഹം, യഹോവയുടെ നാമത്തിൽ തിരുമുഖം നിന്റെ മേൽ പ്രകാശിച്ച്. പ്രകാശിച്ച്. അടുത്ത എന്താ വായിച്ചേ? രണ്ടാമത്തെ നിന്നോട് കൃപയുണ്ടാവുക. രാമൻ പറഞ്ഞു നിന്നെ കാക്കും. യഹോവയുടെ അനുഗ്രഹം ഒന്ന് നിന്നെ കാക്കും, പ്രൊട്ടക്ട് ചെയ്യും, സംരക്ഷിക്കും. 2 നിന്റെ മേൽ അവിടുത്തെ കൃപയാണ്. തിരുമുഖം നിന്റെ മേൽ പ്രകാശിക്കുമ്പോൾ തിരുമുഖം നിന്റെ മേൽ, നിന്റെ വിഷയത്തിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ, പ്രകാശിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ കൃപ വെളിപ്പെടുന്നത്. അവന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി ചേർന്ന പറ. അവന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖ പ്രകാശ രക്ഷ.
എത്ര പേർക്ക് ഈ ദൂത് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? ആത്മനിലപ്പെടുന്ന രണ്ടാമത്തെ അനുഗ്രഹം ദൈവത്തിന്റെ തിരുമുഖം നിന്റെ മേൽ പ്രകാശിച്ചാൽ നിന്റെ മുഖം ലജ്ജിച്ച് പോകത്തില്ല. നിന്റെ മുഖം ലജ്ജിച്ച് പോയ ഇടത്ത് നിന്റെ മുഖത്തിന്റെ ലജ്ജമാക്കി ദൈവം നിന്നെ മാനിക്കുന്ന അനുഗ്രഹം. ഓ, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ നിന്റെ മുഖം രക്ഷ കാണാൻ പോവാ. വിശ്വാസത്തോട് ആമേൻ പറ. വിശ്വാസത്തോട് ആമേൻ പറ. തിരുമുഖം നിന്റെ മേൽ പ്രകാശിച്ചാൽ, തിരുമുഖം നിന്റെ വിഷയത്തിന്റെ മേൽ പ്രകാശിച്ചാൽ, പരിശുദ്ധാത്മാവിന്റെ നിന്റെ മുഖത്തിൽ ലക്ഷ്യമാണോ? നിന്റെ മുഖത്തിൽ ലക്ഷ്യമാണോ? നിന്റെ മുഖത്തിൽ നീ ദേശത്ത് ലജ്ജിക്കപ്പെട്ടത് മതി. നീ കുടുംബത്തിൽ ലജ്ജിക്കപ്പെട്ടത് മതി. നീ മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിക്കപ്പെട്ടത് മതി. ഞാനിത് പ്രസവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നിന്റെ മുഖം എന്റെ മേൽ, എന്റെ വിഷയത്തിന്റെ മേൽ ഒന്ന് പ്രകാശിക്കണമേ. സ്തോത്രം. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നിന്റെ മുഖം രക്ഷപ്പെടും. ആത്മാവെന്നോട് പറയുന്നു, രക്ഷപ്പെടും. ഇപ്പം നോക്കുമ്പോ രക്ഷപ്പെടാത്ത മുഖമാണ് നിന്റെ മുഖത്ത്. പക്ഷെ ദൈവാത്മാവ് നിന്നോട് പറയുന്നു, അവന്റെ തിരുമുഖം നിന്റെ മേൽ പ്രകാശിച്ചാൽ, നിന്റെ വിഷയത്തിൽ പ്രകാശിച്ച നിന്റെ മുഖം രക്ഷപ്പെടും. കർത്താവ് ചിലത് ഈ ആണ്ടി ചെയ്യും. പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നതിനെക്കാട്ടിലും പവറില ഞാനിപ്പോ നിൽക്കുന്നത്. രക്തം ജയം. സമയമില്ല, ഇതിന് വിശദീകരിക്കാൻ സമയമില്ലാത്തതാണ്. മൂന്നാമത്തെ അനുഗ്രഹം, തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് ഞാൻ സമാധാനം തരുമെന്ന്. നിനക്ക് ഞാൻ ഒന്ന് സംരക്ഷിക്കും, 2 കൃപ നൽകും, 3 സമാധാനം നൽകുമെന്ന്. കൈ ഉയർത്തി അനുഗ്രഹിക്കുക. സമാധാനം, ശാലേ സമാധാനം. ദൈവം നിനക്ക് ശാലയെ നൽകുമെന്ന് പ്രാർത്ഥിക്കുക. ആമേൻ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ജനത്തിന് ദൈവം നൽകുന്ന ആ നന്മയുടെ ആകെ തുകയാണ് സമാധാനം, ശാലേ എന്ന് പറയുന്നത്. തിരുമുഖം ഉയർത്തുക എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമുണ്ട്. തിരുമുഖം ഉയർത്തുക എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമുണ്ട്. അർത്ഥം ഇതാ, തിരുമുഖം ഉയർത്തുക എന്ന് പറഞ്ഞാൽ നിന്നെ കടാക്ഷിച്ചു, നിന്നെ ആശീർവദിച്ചു. അതായത് അർത്ഥം. തിരുമുഖം നിനക്ക് വേണ്ടി ഉയർത്തി എന്ന് കണ്ടാൽ നീ വിശ്വസിച്ചോണം, തിരിച്ചറിഞ്ഞോണം. അവൻ നിന്റെ മേൽ കടാക്ഷിച്ചു, നിന്റെ വിഷയത്തിന്റെ മേൽ കടാക്ഷിച്ചു. അവന്റെ ആശീർവാദം വെളിപ്പെടാൻ പോവാം. അതാണ് തിരുമുഖം ഉയർത്തുക എന്ന വാക്കിന്റെ അർത്ഥം. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞേ? എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എന്നോട് ഇടപെട്ട ഒരു ദൂത് ഞാൻ പറഞ്ഞോട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇതിന്റെ അകത്ത് പലരും വന്നിട്ടുണ്ട്, സൂമി പലരും ഇരിക്കുന്നുണ്ട്. എന്നോട് ആത്മാ പ്രാർത്ഥനാ മുറിയിൽ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ പ്രാർത്ഥിച്ച, കർത്താവേ, ഈ വചനം കേൾക്കേണ്ടവരല്ലാതെ ആരും വരരുത്. ഈ വചനം കേൾക്കേണ്ടവരല്ലാതെ, ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടവരല്ലാതെ ആരും സൂമി കയറരുത്. പ്രാർത്ഥിച്ചു. ദൈവഹിതമുള്ളവരെ കൂട്ടി വരുന്നു. ശ്രദ്ധിച്ച് കേട്ടോണം, ശ്രദ്ധിച്ച് കേട്ടോണം. പ്രാർത്ഥനാ മുറി ദൈവം എന്നോട് പറഞ്ഞു, ഇതിന്റെ അകത്ത് വന്നവരും സൂമി ജോയിൻ ചെയ്യുന്ന പലർക്കും അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കുണ്ടവര്, ആരാധിക്കുന്നുണ്ടവര്, സ്തുതിക്കുന്നുണ്ടവര്, എന്നാൽ പലർക്കും സമാധാനമില്ല. ഓ രക്തത്താൽ ജയം. പല വിഷയത്തിന്റെ മുഖത്തും സമാധാനം
സമാധാനമില്ലെന്ന് ദൈവാത്മാവ് ഇടപെട്ടു. ഇന്ന് സമയത്ത് രാത്രി പറഞ്ഞ 3 മണിക്ക് എന്നോട് ദൈവം ഇടപെട്ട തൂത്തിങ്ങന ആ സമാധാനമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ എന്റെ തിരുമുഖം ഉയർത്തുന്നു. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തോ. സമാധാനമില്ലാതെ നിന്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, നിന്റെ സമാധാനത്തെ ഇല്ലാതാക്കുക ഏത് വിഷയമായിക്കൊള്ളട്ടെ, അതിന്റെ അകത്ത് ഞാൻ തിരുമുഖം ഉയർത്തുന്നത് എന്നോട് പറഞ്ഞത് ശക്തിയോടെ അഹരോൻ കരമുയർത്തി പിടിച്ചപ്പോ ദൈവം കൊടുത്ത അനുഗ്രഹം ചെറുതല്ല. പഴയ നിയമത്തിൽ അഹരോനാണ് അനുഗ്രഹത്തിന്റെ ദാതാവെങ്കിൽ പുതിയ നിയമത്തിൽ ആരാണ്? വായിക്കേ, അപ്പോസ്തലപ്രവൃത്തി 3:26. നമുക്ക് വേഗത്തിൽ പ്രാർത്ഥിക്കാം. അപ്പോസ്തലപ്രവൃത്തി 3:26 പൊരുളിലേക്ക് വരും. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു. ഓരോരുത്തരും അവനവന്റെ അകത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിനെ അയച്ചിരിക്കുന്നു. രാമൻ എന്താ അതിന്റെ അർത്ഥം? യേശുവിനെ നിങ്ങൾക്ക് തരേണ്ടതിന്. അതിന്റെ അർത്ഥം എന്താ? സുവിശേഷം ഭൂമിയിൽ വരേണ്ടത്. അതതിന്റെ അർത്ഥം. സുവിശേഷം ഭൂമിയിൽ വരേണ്ടത്. നിങ്ങളുടെ അകത്യങ്ങളെ നീക്കാൻ സുവിശേഷം ഭൂമി വന്നാലേ അകത്യം മാറും, പാപം മാറത്തും. മനസ്സിലായോ? അകത്യങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ, തിരിക്കുക എന്ന് പറഞ്ഞാൽ മാനസാന്തരം കൊണ്ടുവരണമെങ്കിൽ യേശു ക്രിസ്തു എന്ന സുവിശേഷം ഈ ഭൂമി വരണം. അതാ വാക്യത്തിന്റെ അർത്ഥം. ആ ഒരു തിരിക്കൽ നടന്നതിന് ശേഷം നിങ്ങളെ നിത്യജീവനോളം അനുഗ്രഹിപ്പാൻ ഒറ്റ ഒരുത്തനെ പിതാവ് അയച്ചിട്ടുള്ളൂ, അത് ക്രിസ്തുവാണ്. ഒരാമേൻ എത്ര പേര് പറയും? ഒരാമേൻ എത്ര പേര് പറയും? ഒരാമേൻ എത്ര പേര് പറയും? എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ അനുഗ്രഹത്തിനു വേണ്ടി ഉയർന്നിരിക്കുന്ന കരം അഹരോന്റെ ആണെങ്കിൽ, പുതിയ നിയമസഭയെ നമ്മുടെ അനുഗ്രഹത്തിന്റെ കരം അഹരോന്റെ കരമല്ല, യേശുവിന്റെ കരം. നമ്മളെ അനുഗ്രഹിപ്പാൻ പിതാവ് പുത്രനെ അയച്ചിരിക്കുന്നു. ഞാൻ മുമ്പേ ഒരു വെളിപ്പാട് പറഞ്ഞു. നിന്റെ തലയ്ക്കു മുകളിൽ കരം നിൽപ്പുണ്ട്. അത് വേറെ ആരുടെ കരമല്ല,
തിരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ നിറവിൽ പറയും, അത് പുത്രന്റെ കരമത്രേ. ഇതാണ് പൊരുൾ. കണ്ണുകളടയ്ക്കാം. 2 വിഷയം മാത്രമേ ഇന്ന് പകൽ ചിന്തിച്ചുള്ളൂ. എല്ലാ കണ്ണുകളും അടച്ചു. എല്ലാരും എല്ലാ കണ്ണുകളും അടച്ചു. അല്പനേരം എല്ലാരും പ്രാർത്ഥിച്ച് അല്പനേരം യേശുവിന്റെ നാമം. പരിശുദ്ധാത്മാവ് ഇടപെട്ട ഓരോ ദൂതുകളും ഇന്ന് പകലിൽ ആത്മാവിൽ ഏറ്റെടുത്ത് പ്രാപിച്ച ദൈവവചനത്തിന്റെ ശക്തി ഏറ്റെടുത്ത് എല്ലാവരും കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ച ആന്റി റെക്കോർഡ് ഓഫ് യേശുവിന്റെ